لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين أما بعد. ആദരണീയരായ സാധാത്തുക്കളെ, നേതാക്കളെ, സഹോദരങ്ങളെ, ഇങ്ങനെയൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. വ്യക്തികളെക്കുറിച്ച് പറയപ്പെടുന്നത് ദീനിനോടുള്ള സ്നേഹം കൊണ്ടാകുമ്പോൾ അത് ദീനാണ് എന്ന് മനസ്സിലാക്കി പടച്ചവനിതൊക്കെ ഒരു പ്രാർത്ഥനയായി സ്വീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് സ്വീകരിക്കുകയാണ്. ജിദ്ദ സുന്നി യുവജന സംഘം സമർക്കന്ദിൽ വെച്ച് നാട്ടിക മൂസ മുസ്ലിയാരുടെ പേരിലുള്ള ഒരു അവാർഡ് വിനീതന് നൽകുകയുണ്ടായി. അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുകയും അത് മാധ്യമങ്ങളിൽ വരുന്നത് നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പ്രചാരണത്തിന് ആക്കം കൂട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ സുന്നി യുവജന സംഘം ചെയ്ത പ്രവർത്തനം വളരെ നല്ല പ്രവർത്തനമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ പല തരത്തിൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. വിദ്യാഭ്യാസമാണ് രക്ഷയുടെ മാർഗം. വിദ്യാഭ്യാസം കൊണ്ടേ സമൂഹങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. വിദ്യാഭ്യാസം കൊണ്ടാണ് വിദ്യാഭ്യാസത്താലാണ് നമ്മൾ അതിജയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിജീവനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റമില്ലാത്ത ശ്രമം. ഈ ശ്രമത്തിന്റെ ഏറ്റവും ശരിയായ ദിശ നിർണയിക്കേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് നമ്മളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പണ്ഡിതന്റെ ക്ലിപ്പിംഗ് കണ്ടു ഞാൻ. ഒരു അറബി രാജ്യത്ത് ശരാശരി സർക്കാർ ജീവനക്കാരൻ ജോലി ചെയ്യുന്നത് 27 മിനിറ്റാണ്. ജോലി ചെയ്യാതെ, ആലോചിക്കാതെ, പഠിക്കാതെ നമ്മൾ വലിയ ആളുകളാകാൻ ശ്രമിക്കുകയാണ്. നമ്മളെങ്കിലും തിരിച്ചറിയുക ആ ശ്രമം വിജയിക്കുകയില്ല എന്ന്. ഒരു കോളമിസ്റ്റ് ഈ സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പത്രത്തിൽ വന്ന ഒരു കോളം വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഉമവികളുടെ കാലം തൊട്ട് ഇന്ന് വരെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികൾ അത് ഒരു വർഷം യൂറോപ്യൻ നാടായ ഫ്രാൻസിലെ ഒരു പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറങ്ങുന്നതിന് തുല്യമാവുകയില്ല എന്ന്. ഉമയുടെ കാലം തൊട്ടിന്ന് വരെ. ഒരു ഇസ്രായേലിയൻ ഒരു കൊല്ലം 40 ബുക്ക് വായിക്കുമ്പോൾ യൂറോപ്യൻ അമേരിക്കക്കാരൻ 35 ബുക്ക് വായിക്കുമ്പോൾ ഒരു അറബി ഒരു ബുക്ക് വായിക്കണില്ല, 80 അറബികൾ ചേർന്ന ഒരു ബുക്കാണ് വായിക്കണത്. കുറച്ച് പറയാനുള്ളവർക്കറിയാം. പണ്ട് മോശെ ഡയാൻ എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അല്പം രഹസ്യ സ്വഭാവമുള്ള കാര്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ അറബികൾ വായിക്കാൻ ഇടയാവില്ലേ എന്ന് പത്രക്കാരോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അറബികളാരും വായിക്കൂല, അതുകൊണ്ട് എന്തും പറയണം. അറബികൾ എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ നമ്മളെന്നാണ് അർത്ഥം. നമ്മളൊക്കെ അവസ്ഥ തന്നെയാണ്. വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അമേരിക്കയും ഇസ്രായേലും ഒക്കെ നമ്മളെയാകെ അല്ലെങ്കിൽ ലോകത്തെയാകെ മൂക്കേറിട്ട് പിടിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ ശേഷി? കായബലം കൊണ്ടല്ല എന്നിട്ട് നമുക്കൊക്കെ അറിയാം.
ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളും അമേരിക്കക്കാരും തല്ലുകൂടിയാൽ, അല്ലെങ്കിൽ അറബ് നാട്ടിലെ കായബലമുള്ള അറബികളും തല്ലുകൂടിയാൽ, നമുക്കറിയാം ടെക്നോളജി കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, ചിന്ത കൊണ്ട്, ആലോചന കൊണ്ട്, പ്ലാനിങ് കൊണ്ട് ഒക്കെയാണ് അവർ വിജയിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഒരു സംസ്കാരം വീണ്ടെടുക്കാതിരുന്നാൽ നമ്മളിങ്ങനെ ഈ ആഡംബരങ്ങളുടെ അടിമകളായി സുഖലോലുപതയിൽ ഇങ്ങനെ അങ്ങോട്ട് കുളിച്ച് ഭൂമിയിൽ നിന്ന് നശിച്ച് ഇല്ലാതെയായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തിരിച്ചു വരാനുള്ള ഏക വഴി വിദ്യാഭ്യാസം മാത്രമാണ്. വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ, ബുദ്ധി ഉപയോഗിച്ചിട്ടല്ലാതെ ഇനി സമൂഹങ്ങളെ കീഴടക്കാൻ, ജയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ കേരളീയർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുറേയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിടത്തോളം അൽഹംദുലില്ലാ സ്വാഗതാർഹം തന്നെ, സന്തോഷകരം തന്നെ. എന്നാലും നമുക്ക് ഒരുപാട് ബഹുകാലം യാത്ര ചെയ്യാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒരുപക്ഷെ നമ്മൾ കേരളീയര് പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ളവരാണ് എന്നൊക്കെ നമ്മൾ പറയും. കന്നുകാലികളുടെ ഭക്ഷണം തിന്നു തീർത്ത നാടാണ് ബീഹാർ. നമ്മൾ ഡൽഹിയിൽ വല്ല ഓഫീസിൽ കയറി ചെന്നാൽ അവിടെ ഇരിക്കുന്ന IAS ഓഫീസർമാർ മുഴുവനും ബീഹാറുകാരാന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആളോഹരി വിദ്യാഭ്യാസം വളരെയധികം നേടിയിട്ടുണ്ടെങ്കിൽ പോലും ആഴത്തിലുള്ള വിദ്യാഭ്യാസം, കാര്യങ്ങളൊക്കെ കയ്യിൽ വരുന്ന വലിയ സ്വാധീനശേഷിയുള്ള വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്ന പൊസിഷനുകൾ, അതൊന്നും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണില്ല. നമ്മൾ ശരാശരിയിൽ എല്ലാവർക്കും അക്ഷരജ്ഞാനം അറിയാം, കഷ്ടിച്ച് പേരെഴുതാൻ അറിയാന്നുള്ള രീതിയിലാണ്. നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് ആലോചിക്കണം. ഇപ്പൊ എങ്ങനെയോ എവിടെയൊക്കെയോ റാങ്ക് കിട്ടുമ്പോഴത്തേക്ക് റാങ്കിന് ഇപ്പൊ നമ്മൾ റാങ്ക് നേടുന്ന കാര്യത്തിൽ റാങ്കിന് മത്സരിക്കേണ്ടതില്ല, അതിനേക്കാളും വലിയ പഠന മേഖലകൾ വേറെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മളൊരു പക്ഷേ റാങ്കിന്റെ ആൾക്കാരായതായിരിക്കാം. ഞാനതിനെ ചെറുതാക്കല്ല. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ജാടയുടെ പേരിലാണ് ഇന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നത്. നമുക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പോ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്, അടുത്ത തലമുറയെങ്കിലും വിദ്യാഭ്യാസം ചെയ്യണം. നമ്മൾ വിദ്യാഭ്യാസം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ അർത്ഥം കുറച്ച് സർട്ടിഫിക്കറ്റുകൾ പോക്കറ്റിലാക്കണം എന്ന് മാത്രമായി ചുരുങ്ങിപ്പോവുകയാണ്. അതല്ല ശരി. ആഴത്തിലുള്ള വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, ഐഹിക വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം, ഇതൊക്കെ നേടിയെടുക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് കഠിനമായ പ്രയത്നങ്ങൾ ഉണ്ടാകണം. വിദ്യാഭ്യാസ പ്രവർത്തകർ പറയേണ്ട കാര്യമാണിത്. എന്നെപ്പോലുള്ള ഒരാൾ ആ ദിശയിൽ കൂടുതൽ പരത്തി പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. വളരെ അടിസ്ഥാനപരമാണ് ഭൗതിക വിദ്യാഭ്യാസം. ഭൗതിക വിദ്യാഭ്യാസം വളരെ അടിസ്ഥാനപരമാണ്. മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചു നേരം ആലോചിക്കാൻ വേണ്ടി പറയാം. മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതളവിൽ എത്ര വേണം എന്ന് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസം എന്ന രീതിയിൽ ചുരുങ്ങിപ്പോക്കുന്നുണ്ട്. നമ്മൾ കുറേയധികം പഠിക്കുകയാണ്. എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല. മതവിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യന് മതത്തെക്കുറിച്ച് നല്ല ധാരണ കിട്ടണം. മതത്തെക്കുറിച്ച് നല്ല ധാരണ എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്ന ഈ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ മതം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ശേഷി, അത് നേടിയെടുക്കാനുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. പണ്ട് ഞങ്ങളൊക്കെ ദർസ് പഠിക്കുമ്പോൾ റസാനത്ത് എന്ന് പറഞ്ഞിട്ടൊരു കവിത പഠിക്കാറുണ്ട്. ആ കവിതയിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്: വാലിമുൻ നുസിബ ഫിദ്ദുനിയ ലിയദ്ഫഅ അൻ ഖൽഖിൻ മദറത മാ ഫിദ്ദീനി മുഹ്തസിബ. വാലിമുൻ നുസിബ ഫിദ്ദുനിയ, ഈ പണ്ഡിതൻ ഇവിടെ നിയമിക്കപ്പെടുന്നത് ലിയദ്ഫഅ അൻ ഖൽഖിൻ മദറത മാ ഫിദ്ദീൻ, ഈ ദീനിൽ മതപരമായ ജീവിതത്തിന്റെ സൗഗമ്യം ഉറപ്പുവരുത്താനാണ്. ആളുകൾക്ക് മതം അനുസരിച്ച് ജീവിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാനാണ്. മുഹ്തസിബൻ പഠിച്ചവരേക്കൊന്ന് കൂലി ആഗ്രഹിച്ചു. അപ്പോ പ്രതിഫലേച്ഛയില്ലാതെ ഐഹികമായ ജീവിതത്തിന് സൗഗമ്യം വരുത്തുക എന്നതാണ് പണ്ഡിതന്റെ ധർമ്മം.
ആ രീതിയിലുള്ള മതവിദ്യാഭ്യാസമാണ് വേണ്ടത്. നമ്മൾ വാഫി എന്ന് പറയുമ്പോൾ പ്രതിബദ്ധതയുള്ളവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഒരു കോഴ്സിന് അത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്, ഫൈസി അല്ലെങ്കിൽ വാഫി, ദാരിമി എന്നൊക്കെ പറഞ്ഞിട്ട്. വാക്കിന്റെ അർത്ഥം പ്രതിബദ്ധതയുള്ളവൻ എന്നാണ്. ഒരു പണ്ഡിതൻ, മതപണ്ഡിതൻ മാതാപിതാക്കളോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം, ഗുരുജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം, ദീനിനോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം, തൊഴിലിനോട്, തൊഴിലുടമയോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം, തൊഴിലാളികളോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതിബദ്ധതയുള്ളവനായി തീരണം മനുഷ്യൻ. മതത്തിന്റെ ലക്ഷ്യം അതാണ്, മതവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യവും അതാണ്. ആ രീതിയിലുള്ള മതവിദ്യാഭ്യാസം ആണ് നടക്കേണ്ടത്. അത് ആരെങ്കിലും വിമർശിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയെ ഇകഴ്ത്തി കാണിക്കാനല്ല ഞാനിതൊക്കെ പറയുന്നത്. നമ്മളിപ്പോ കുറെ ചിന്തിക്കുന്ന ആളുകളാണ്. കാലം കുറെ മാറിയിട്ടുണ്ട്. നമ്മൾ കാലത്തിന്റെ ഒപ്പം അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ കാലത്തിന്റെ ഈ സഞ്ചാര വേഗത നമുക്കൊക്കെ ചില തിരിച്ചറിവുകൾ നൽകിയിട്ടുണ്ട്. ആ തിരിച്ചറിവ് കിട്ടിയത് നമ്മൾ അറിയാതെ പോവുകയാണ്. അത് നമ്മൾ അറിയണം. അത് അറിയണം എന്ന് പറയുമ്പോൾ പറയേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മതം എന്ന് പറയുന്നത്, ദീന് എന്ന് പറയുന്നത്, അത് ജീവിതഗന്ധിയായിരിക്കണം, ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കണം. ഈ ഇർഷാദുൽ യാഫി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പണ്ട് ഓതുന്ന ഒരു കിതാബുണ്ട്, ഒരു സൂഫി കിതാബാണ്. ആ കിതാബില് അബ്ദുല്ലാഹി യാഫി എന്ന് പറയുന്ന യമൻകാരനാണ് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, മൻ തഅല്ലമ ലിനഫ്സിഹി ഫൽഖലീലു യക്ഫീഹി വമൻ തഅല്ലമ ലിന്നാസി ഫഹവായിജു നാസി കസീറ. ഒരാൾ തനിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് എങ്കിൽ ഫൽഖലീലു യക്ഫീഹി, കുറച്ചു മതി. ജീവിതം നന്നായി തീരാൻ, പരലോകം വെളിച്ചപ്പെടാൻ ആണ് ഒരാൾ ആ പഠിക്കുന്നത് എങ്കിൽ ഫൽഖലീലു യക്ഫീഹി, കുറച്ചു മതി. ഒമൻ തഅല്ലമ ലിന്നാസി ഫഹവായിജു നാസി കസീറ, ആളുകൾക്ക് വേണ്ടിയാണ് ഒരാൾ പഠിക്കുന്നത് എങ്കിൽ ആളുകളുടെ ആവശ്യം ധാരാളമാണ്, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷേ ഒരാൾ മൊഴി ചൊല്ലുമ്പോ കിറിയ പറഞ്ഞിട്ടുണ്ടാവും, കർത്താവ് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ആളുകളുടെ ആവശ്യങ്ങൾ, ആളുകളുടെ പ്രശ്നങ്ങൾ ഒക്കെ ധാരാളമാണ്. അതിനെല്ലാം കൂടി പഠിച്ചിട്ട് എന്താ കാര്യം? ജീവിതഗന്ധിയായിരിക്കണം പഠനം. ജീവിതവുമായി അടുത്തിടപഴകാൻ പണ്ഡിതനെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത്. ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരു മതസമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ ജീവിതത്തിന് അന്യമായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഒട്ടും പ്രാപ്യമല്ലാത്ത ഒന്നായി തീർന്നാൽ ഒരു പ്രയോജനം അതുകൊണ്ട് നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ജീവിതഗന്ധിയായ മതപഠനം അത് നടത്തുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സമന്വയം എന്ന ആശയം കടന്നു വരുന്നത്. സമന്വയം എന്ന് പറഞ്ഞാൽ വിദ്യകളുടെ, മറ്റു വിജ്ഞാന ശാഖകളുടെ, മറ്റു വിജ്ഞാനീയങ്ങളുടെ സമന്വയം. അതും ഇതും പഠിക്കണം എന്ന രീതി. ഐഹിക കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത പണ്ഡിതൻ, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഭൗതിക വിദ്യാഭ്യാസമുള്ളവൻ, ഈ രണ്ട് വിഭാഗവും സമൂഹത്തിന് ദോഷം ചെയ്യും. നമ്മുടെ ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം, കുറച്ച് കാര്യങ്ങൾ എങ്ങനെ പറയണം, അങ്ങനെയുള്ള ഒരു മുറപ്രകാരമുള്ള പ്രാസംഗികനൊന്നുമല്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ, ഗൗരവമുള്ള ഈ സദസ്സ് കാണുമ്പോൾ കുറെ ചിന്തിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ എൻ്റെ ചില ആലോചനകൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം, ഇതിന്റെ സമന്വയം നടക്കണം. ഇതിന്റെ സമന്വയം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് സമന്വയം? ഈ ദുനിയാവിനെ കുറിച്ച് ഒന്നും അറിയാത്ത മതപണ്ഡിതൻ, അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ഭൗതിക വിദ്യാഭ്യാസമുള്ളയാൾ, ഈ രണ്ട് വിഭാഗം സമൂഹത്തിന് ദോഷം ചെയ്യും. നമ്മുടെ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പണ്ഡിത വിഭാഗത്തെ എവിടെയും കാണാൻ സാധ്യമല്ല, ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുക ഇമാം ഷാഫി എന്നൊക്കെ പറയുമ്പോൾ ഉളു മുറിയുന്ന മസലകളൊക്കെ നന്നായിട്ട് പറയുന്ന ഒരു മൂല്യരുന്നാണ്, അല്ലെങ്കിൽ നോമ്പിന്റെ മസലൊക്കെ നല്ല അറിയുന്ന ഒരു മൂല്യരുന്നാണ് ഇമാം ഷാഫി. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ അർത്ഥത്തിലും പണ്ഡിതനായിരുന്നു. ഞങ്ങൾ കോഴ്സിന് തന്നെ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ടവരുടെ കവിതാ സമാഹാരമുണ്ട്. ആ കവിതാ സമാഹാരത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്
അദ്ദേഹത്തിന്റെ കാലത്ത് വികസിച്ച അളവിൽ ഫിസിക്സും കെമിസ്ട്രിയും മറ്റു വിജ്ഞാന ശാഖകളും സാമൂഹിക ശാസ്ത്രവും ഒക്കെ ആഴത്തിൽ അറിയുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ബേസിക്കലി ഒരു മതപണ്ഡിതൻ തന്നെ ആയിരുന്നില്ല എന്ന് പറയാം. എല്ലാവരും ഖുർആൻ കാണാതെ പഠിക്കും, അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്ന് മാത്രം. അദ്ദേഹം ഇങ്ങനെ കവിതയും സാഹിത്യത്തിൽ നടക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ആരോ പറഞ്ഞു, ഇങ്ങനെ കവിതയും സാഹിത്യത്തിൽ നടന്നിട്ട് എന്താ കാര്യം, മതം കുറച്ച് ഫിഖ്ഹും കൂടി വേണ്ടതല്ലേ. അങ്ങനെയാണ് അദ്ദേഹം മദീനത്തിൽ ചെന്ന് മാലിക് റളിയല്ലാഹുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. ആ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ അദ്ദേഹത്തിന് മതവിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മൾ അറിയുന്ന ഇമാം ഷാഫിയായിട്ട് മാറി. നമ്മൾ വിശ്വാസപരമായിട്ട് അശ്ശരി തരീഖത്ത് എന്ന് പറയാറുണ്ട്. അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീക്ഷണം അത് നമ്മുടെ വിശ്വാസ ധരണിയായി രൂപം കൊള്ളാനുള്ള കാരണം എന്താണ്? അദ്ദേഹം വിദ്യകളുടെ സമന്വയത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഗ്രീക്ക് ഫിലോസഫി അല്ലെങ്കിൽ യവന തത്വശാസ്ത്രം ആഴത്തിൽ പഠിക്കേണ്ടതാണെന്നും അതിന്റെ ഗുണപരമായ വശങ്ങൾ ചിന്തകളുടെ അപഗ്രഥനത്തിനും വാദങ്ങളുടെ സ്ഥാപനത്തിനും ഉപയോഗിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം വാദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാദം ഒരു ചിന്താധരണിയായി. ഇന്ന് നമ്മൾ അശ്ശരി തരീഖത്താണ് നമ്മുടെ പള്ളി എന്ന് എഴുതി വെക്കുകയാണ്. എന്താണ് അശ്ശരി തരീഖത്ത്? നമ്മൾ ആലോചിക്കാറില്ല. ഇസ്ലാമിന്റെ പണ്ഡിതന്മാരും വിശ്വാസ രംഗത്തെ പണ്ഡിതന്മാരായാലും കർമ്മശാസ്ത്ര രംഗത്തെ പണ്ഡിതന്മാരായാലും അവർ വിദ്യകളൊക്കെ സമന്വയിച്ച് ലോകം തിരിഞ്ഞ പണ്ഡിതന്മാരായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ചരിത്രം ഇങ്ങോട്ട് പോരുന്നതൊക്കെ. നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്ന റബിയുള്ളാഹി പറയുന്ന ഈ പണ്ഡിതന്മാരൊക്കെ ഈ അർത്ഥത്തിലുള്ള പണ്ഡിതന്മാരായിരുന്നു, എല്ലാം അറിയുന്ന പണ്ഡിതന്മാരായിരുന്നു. വളരെ തീർച്ചയാണ് ആ രംഗത്തെ ചെറിയൊരു പരിചയം വെച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ വിദ്യകളുടെ സമന്വയമാണ് ശരിക്കും നടക്കേണ്ടത്. ആ സമന്വയത്തിലൂടെ അല്ലാതെ നമുക്ക് നമ്മുടെ ഉമ്മത്തിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല. ആ സമന്വയം നടന്ന സമയത്ത് ഉമ്മത്തിന് ഉയർച്ചയുണ്ടായി. ഉമ്മത്തിന് ഉയർച്ച ഉണ്ടായി എന്നല്ല, ലോകത്തിന് ഉയർച്ചയുണ്ടായി. ചരിത്രം പറയുന്നുണ്ട് ഖുർത്തുബ യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, അവിടുത്തെ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച്, അവർ നടത്തിയിരുന്ന ഗവേഷണങ്ങളെ കുറിച്ച്, അന്വേഷണങ്ങളെ കുറിച്ച്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ദിക്റിനും സലാത്തിനും നിൽക്കാതെ പണ്ഡിതൻ സ്വപ്പുകൾ വകച്ചു മാറ്റി ലാബിലേക്ക് പോകുന്ന സ്ഥിതി. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, എന്താ നിസ്കരിക്കാനും ദിക്റ് ചെല്ലാനും ഇരിക്കാതെ മണ്ടുന്നത്? അദ്ദേഹം ഈ പറയുന്ന മറുപടി, ഞാൻ ലാബിൽ നിന്ന് വരികയാണ്, ജമായത്ത് കളയരുതെന്ന് വിചാരിച്ച് വരികയാണ്. ഞാനിവിടെ ദിക്റും ചെല്ലിയിരുന്ന് പള്ളിയിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ അപകടം സംഭവിക്കും. നിശ്ചിത സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ അത് നടത്തിയില്ല എങ്കിൽ കത്തലും നഷ്ടങ്ങളുണ്ടാകും. ഇതായിരുന്നു പണ്ഡിതന്മാർ. തസ്ബീഹ് പിടിച്ച് ജമായത്ത് മുടക്കാതിരിക്കുന്ന ലാബിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാർ. അബ്ബാസ് ബിൻ ഫർനാസയെ കുറിച്ച് പറയപ്പെടാറുണ്ട്, റൈറ്റ് സഹോദരന്മാര് വിമാനം പറത്തുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം കുർത്തുബ പള്ളിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് ജുമാക്ക് ശേഷം പറക്കും, കാണാൻ താല്പര്യമൊക്കെ നിന്നോളി. കുറച്ച് പണ്ഡിതന്മാര് പറഞ്ഞു, അത് പാടില്ല, താങ്കൾ പറക്കാൻ ശ്രമിച്ച താഴെ വീണു, കയ്യും കാലും ഒടിയും, അപ്പൊ നാശത്തിലേക്ക് എടുത്തു ചാടലാണ്, അത് പാടില്ല എന്ന് ഒരു വസ്തു ഇറക്കി. താല്പര്യമുള്ളവർക്ക് നിന്നോളി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നത് നമ്മൾ എല്ലാം അവകാശപ്പെടുന്ന കൂട്ടത്തിൽ ഒരു അവകാശപ്പെടാനായിട്ട് ഈ പറയുന്നത് എനിക്ക് വരെ തോന്നിയിരുന്നത്. പക്ഷേ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ കുട്ടികൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രിന്റ് എടുത്തുകൊണ്ടുവന്ന് റോൾസ് റോയ്സ് കാറ്, ഒരു അബുദാബി ജനറൽ മോട്ടോഴ്സിലെ ഒരു അറബി 4 കാർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ കാറിന്റെ ഡിക്കിയുടെ ഈ നടുഭാഗത്തുള്ളതിന്റെ എംബ്ലം അതിങ്ങോട്ട് സൂം ചെയ്താൽ അബ്ബാസ് ബിൻ ഫർനാസ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ ഇങ്ങനെ പറക്കുന്ന ചിത്രമാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കാം. എന്തൊക്കെ കയ്യിൽ കെട്ടിയിട്ട് അങ്ങനെ പറക്കാൻ നിൽക്കുകയാണ്. എന്നാൽ അയാൾ ഒരു തലയിൽ കെട്ടിയിട്ട് തലയിൽ കെട്ടുന്നൊരു വാലുണ്ട്. ഇത് ഇയാളുടെ ഈ മഹാനായ ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം ബഹുമാനാർത്ഥം റോൾസ് റോയ്സ് കമ്പനി ഇറക്കിയിട്ടുള്ളതാണ്. നിങ്ങളെ മൊബൈൽ ഇപ്പോൾ കിട്ടും കിട്ടുവാണെങ്കിൽ. അപ്പൊ ലോകത്തെ കടൽ കീഴടക്കാൻ അറബികൾ, ഇവർക്ക് മറ്റുള്ളവർക്ക് കടലിലേക്ക് ഇറങ്ങാൻ പാടുണ്ടായിരുന്നില്ല. കടലിലൂടെ യാത്ര ചെയ്യാനൊരു പേടിയായിരുന്നു. കടൽ കീഴടക്കിയത് അറബികളും മുസ്ലിമീങ്ങളുമാണ്. ആകാശം ഈ പറഞ്ഞതനുസരിച്ച് കീഴടക്കിയത് നമ്മളാണ്. കണക്ക് പഠിപ്പിച്ചത് നമ്മളാണ്. അന്വേഷണവും ഗവേഷണവും ലോകത്തെ പഠിപ്പിച്ചത് നമ്മളാണ്. ഇങ്ങനെയുള്ള നമ്മൾ പിന്നെ എങ്ങനെ പിന്നാക്കം പോയി? നമുക്കൊരു തിരിച്ചുവരവ് സാധ്യമാണ്. ആ തിരിച്ചുവരവ് എവിടെ എങ്ങനെ സാധിക്കും? ജിദ്ദയിൽ ഇപ്പം ഇങ്ങനെ ഒരു മോരിയർ ഇങ്ങനെ കുറച്ച് വർത്താനം പറയും. നമ്മൾ കുറച്ച് ആൾക്കാർ തൊഴിൽ ചെയ്ത് ക്ഷീണിച്ച് അങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ ഒരു കൂട്ടായ്മ ഒക്കെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാമൂലിൽ വന്ന് ഉത്തരവ് കേട്ട് തിരിഞ്ഞാൽ നടക്കുമോ? ഞാൻ സംശയം. നടക്കും. ഇതൊക്കെ ഇനി നടക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഞാൻ വാഫി കോഴ്സിനെ പറ്റി മാത്രം പറയല്ല. ഈ വാഫി കോഴ്സ് അല്ലെങ്കിൽ ഉദവി കോഴ്സ്, ജാമിയ നൂരിയയിൽ നിന്ന് അവസാനിക്കുന്ന അതിന്റെ ജൂനിയർ ശരിയാറ്റ് കോളേജുകൾ, പിന്നെ ഇതോ ഈ പ്രധാനപ്പെട്ട 3 കൂട്ടായ്മ അല്ലാത്ത ഒറ്റപ്പെട്ട ശ്രമങ്ങൾ വേറെയുണ്ട്. പൊതുവെ ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ശരിയല്ല. കാരണം നമ്മളെപ്പോഴും കൂട്ടായ്മ
തഫ്സീലിന്റെ ഭാഗമാവുകയാണ് വേണ്ടത്. വലിയ വലിയ കൂട്ടായ്മകളിൽ ചെയ്യുക, ഒന്ന് വാഫിയാകുക, അല്ലെങ്കിൽ ഹുദവിയാകുക, അല്ലെങ്കിൽ ജാമിയ ജൂനിയർ ശരിയത്താവുക, അങ്ങനെ വെറുതെ ചെറിയ ചെറിയ ശ്രമങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയല്ലേ ഞാൻ ചെയ്യുന്നത്. എന്നാൽ അത് ശരിയല്ല. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാന്ദർഭികമായും പറയാണ്, നമ്മുടെ ഈ കൂട്ടായ്മ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഇപ്പൊ ഇവിടൊക്കെ വരുമ്പോ പിന്നെ ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ പ്രവാസികളാണ്, കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളൂ, നമ്മൾ ജീവിക്കാൻ വന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കുടുംബത്തെയും നാട്ടിനെയും അതിലേറെ ദീനിനെയും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ സുഹൃതമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല സുഹൃതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ അങ്ങനെയും ഇങ്ങനെയും ചിന്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. വളരെ ശാന്തമായിട്ട് നല്ലത് ചെയ്യാൻ പ്രസിഡന്റായി സെക്രട്ടറിയായി സ്ഥാനങ്ങൾ പങ്കുവെച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അള്ള ഒരിക്കലും നമ്മളെ കണക്ക് വെച്ച് പ്രസിഡന്റിന്റെ മുന്നിൽ നടക്കുന്നൊന്നും പറയില്ല. നന്മ ഒരിക്കൽ ചെയ്താൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും, തിന്മ ചെയ്താലും അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ നന്മക്ക് വേണ്ടി നിരക്കൊള്ളുക, കൂട്ടായിട്ട് പ്രവർത്തിക്കുക. കൂട്ടായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അങ്ങനെ ഒരു ചെറിയ സംഭവം ഒരു എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഒരിക്കൽ വീട്ടിലെന്തോ ഒരു കശപിശ തുടങ്ങുമ്പോ ഭാര്യയുടെ പിതാവ് വിളിച്ചിട്ട് പറഞ്ഞത്രേ, ഇവിടെ ചെറിയൊരു വർത്തമാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴത്തന്നെ നിന്നോട് പറയാണ്, ഈ വിഷയത്തിൽ എന്റെ നിലപാട് ഇന്നതാണ്, അത് നീ ഇപ്പൊ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിന്നോട് 2 വാക്ക് പറഞ്ഞാൽ മതിയാവും, കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പൊ ചില സംഗതികളും ചില പാളിച്ചകളും വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മുളയിൽ തന്നെ ചെറിയ സംഗതികൾ വരുമ്പോ തന്നെ അത് വാതിലടച്ച് കളയാ. നമ്മൾ ഒറ്റ ഉമ്മത്തായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന് നമ്മൾ സിദ്ധാന്തിക്കുക. പല തരത്തിലും പല ടേസ്റ്റിലുള്ള ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ കൂട്ടായ്മ നമ്മൾ വളരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഈ അറഫയിൽ നടന്നൊരു സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉസ്മാൻ എന്നൊരു ഖലീഫ ആയിരിക്കുന്ന സമയത്ത് ഹജ്ജിന് വന്നു. അന്ന് ഉസ്മാൻ എന്നൊരു വന്നിട്ടുണ്ടായിരുന്നില്ല. നിസ്കാരത്തിന്റെ സമയമായപ്പോ ഉസ്മാൻ എന്നൊരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അവിടെ 4 റക്അത്ത് തീർത്ത് നിസ്കരിക്കണം, 2 കസറാക്കേണ്ടതില്ല എന്ന്. അബൂദർ എന്നവർക്ക് ദേഷ്യം വന്നു. അബൂദറിനവർക്ക് ദേഷ്യം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ എന്നവർക്കാൾ ചെറിയ ആളല്ല അബൂദർ എന്നവർ, ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ പഠിച്ച് നിസ്കരിച്ചിട്ടുണ്ട്, 2 റക്അത്താണ് നബി നിസ്കരിച്ചത്. സിദ്ദീഖ് എന്നവരെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, 2 റക്അത്ത് ചുരുക്കിയായിട്ട് നിസ്കരിച്ചിരിക്കുന്നത്. ഉമർ എന്നവരെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, 2 റക്അത്തായിരുന്നു നിസ്കരിച്ചത്. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കയറി ഇമാമാവുകയാണ്. അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു, ഇനി ഏതായാലും ഉസ്മാൻ എന്നവരെ 4 ഇവിടെ ചെലവാകൂല, മൂപ്പര് എന്തായാലും പിന്നെ 2 നിസ്കരിക്കാൻ പോകുന്നു. പക്ഷെ മൂപ്പര് നിസ്കരിച്ചത് 2. തരാൻ പിടിയപ്പോൾ എല്ലാവരും പിടിച്ച് എന്തിയപ്പോ സംഭവിച്ചത്? ഇങ്ങനൊക്കെ പറഞ്ഞ് സമർപ്പിച്ചിട്ട് പിന്നെ ചെയ്തത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ എന്നവർ പറയുന്നതിനനുസരിച്ച് 4 റക്അത്തായിട്ട് പൂർത്തിയാക്കി നിസ്കരിച്ചു ഉസ്മാൻ അബൂദർ എന്നവർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി അഫ്സൽ ഖിലാഫ്. വിശദീകരണതാണ്, ഇന്നി അഫ്സൽ ഖിലാഫ്, ഞാൻ അഭിപ്രായത്തിനെതിരെ പേടിക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഭരണാധിപൻ ഒരു രീതിയിൽ, നമ്മളെല്ലാം കൂടി വേറൊരു രീതിയിൽ, ഒരു നേതൃത്വം, ഒരു പോക്ക്, ഒരു യാത്ര, അതിന് ഭംഗം വരുത്താതെ നമ്മൾ അനുസരിച്ച് കൂട്ടായ്മ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ചെറിയ കൂട്ടായ്മകളും ശ്രമങ്ങളൊന്നും അല്ല വേണ്ടത്, വലിയ കൂട്ടായ്മകളിൽ ചേരുക. ഇപ്പൊ വാഫി ഹുദവി എന്നൊക്കെ പറയുന്ന ഈ സംവിധാനങ്ങൾ ഇന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് പഠിക്കാൻ സൗകര്യമുണ്ട്, കൊമേഴ്സ് പഠിക്കാൻ സൗകര്യമുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ ചില ആളുകൾ, ഇപ്പൊ നിങ്ങളുടെ ഒക്കെ അനുജന്മാരുണ്ടാവും, കുട്ടികളുണ്ടാകും, അവരുടെയൊക്കെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. ഞാൻ വളരെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരു 10-24 കൊല്ലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ ദീനി വിദ്യാഭ്യാസം പഠിക്കാൻ അയക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഒരു ദോഷമുണ്ട്. ആ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, യൂണിഫോം, വെളുത്ത തുണി, വെളുത്ത കുപ്പായം, വെളുത്ത തൊപ്പി, ഇതൊരു ദോഷമാണെങ്കിൽ ആ ദോഷമുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല, ഒരു നഷ്ടമില്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമില്ലാതെ ദീനി വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമില്ലാതെ ഭൗതിക വിദ്യാഭ്യാസം, 2 കിട്ടും. അപ്പൊ എല്ലാം കൂടി പഠിക്കാൻ കഴിയുമെന്നാ. അതിനൊരു മർക്കസിൽ നടന്ന ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ ആലോചിക്കുകയാണല്ലോ. ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, താമരശ്ശേരിയുള്ള ഒരു മാഷ കുട്ടിയാണ്, ഇഫ്ളിന് പഠിക്കുകയാണ്, ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ മാഷന്മാർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്. ഇക്കുട്ടി എന്തായാലും റാങ്ക് വാങ്ങേണ്ട കുട്ടിയാണ്. അപ്പൊ ഇവനിങ്ങനെ ഖുർആൻ ഗുരുവല്ലാവും അൽഫിലാമി വെച്ച് കുത്തിരുന്നാൽ ശരിയാവില്ല എന്നല്ല, എനിക്ക് പറയാൻ തുടങ്ങിയവർ. പക്ഷേ ഇപ്പൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ കുട്ടിക്ക് നിർബന്ധം, ചെറിയ കുട്ടിയാണെങ്കിലും
കുട്ടി രക്ഷിതാക്കൾക്ക് നിർബന്ധം, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ കുട്ടി ഖുർആൻ കാണാതെ പഠിച്ചു. ഇപ്പൊ ഇത് നിർത്തിയില്ല. SLCന്റെ റിസൾട്ട് വന്നു. ആ ബാച്ചിലെ ടോപ്പർ ആ കുട്ടിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ മലപ്പുറം ഭാഷ വരെ വീശം വീണു. അപ്പൊ നമ്മൾ പ്രതീക്ഷമായിരിക്കും അല്ലല്ലോ ഇപ്പൊ സംഭവിച്ചത്. കുട്ടി ആ ബാച്ചിലെ ടോപ്പർ. അപ്പോ മദ്രസ 10ാം ക്ലാസ്സൊക്കെ നിർത്തും. 10ാം ക്ലാസ് കൊടുക്കൂല. എന്നിട്ട് പിന്നെ ഒരു വർക്കത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പീരീഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ SSLCയെ ബഹുമാനിച്ചിട്ട്, അതിനെ ബഹുമാനിക്കേണ്ടെന്നെല്ലാം പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞത് ഭൗതിക വിദ്യാഭ്യാസം വേണമെന്നാ. പക്ഷെ മതത്തെ നമ്മൾ അവഗണിക്കരുത്. മതം ഒന്നിനും തടസ്സമല്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കഴിച്ചാൽ എനിക്ക് വേണമെങ്കിൽ എന്നോട് തർക്കിക്ക് വരെ ചെയ്യാം. കാരണം വേറെ ഒരുപാട് കാര്യമെങ്കിലും ഒരു 10-24 കൊല്ലത്തെ അധ്യാപന പരിചയം എനിക്കുണ്ട്. കുട്ടി ടോപ്പറായി. അപ്പൊ ഞങ്ങൾക്ക് ഒരു കണക്കൂട്ടി, ഇവൻ വല്ല അഡ്ജസ്റ്റ്മെന്റും നടത്തിയിട്ട് ഈ പീരീഡിൽ ഇവൻ ഇപ്പൊ ടോപ്പറൊക്കെ ആയപ്പോ അവൻ ഹിഫുദിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉപേക്ഷ വരുത്തിയിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ ഇടയിൽ കുട്ടികൾ പറഞ്ഞു ഇവൻ കീക്കാൻ തൂക്ക് കൂടാനോതും. കീക്കാൻ തൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കൽപ്പലാമിൽ നിന്ന് കൊല്ലാവിദ് റബ്ബിനാസ് കണുവാൻ കൊല്ലാവിദ് റബ്ബിനാസ് കൽപ്പലാമി ഇങ്ങോട്ട് ഓതും എന്ന് പറഞ്ഞാൽ കൊല്ലാവിദ് റബ്ബിനാസ് ആദ്യം ഓതും, പിന്നെ കൊല്ലാവിദ് റബ്ബിൽ ഫർക്ക് ഓതല്ല. വലല്ലാലെയും ഒരു മൗദൂബിയാലെയും സാത്തലദിനെന്താലെയും അങ്ങനെ ഓരോ ആയത്തും കൊല്ലാവിദ് കൽപ്പലാമി ഇവരെ ഇങ്ങോട്ട് ഓതും. ഒരു അറബി അബുദാബിക്കാരൻ നിഷാം ഖത്തീബ് അൽബർ എന്ന് പറയുന്ന ഒരു അറബിയോട് വന്നപ്പോൾ ഞങ്ങൾ അവരോട് ഈ കൗതുകം പറഞ്ഞു. അപ്പോൾ അവൻ കുട്ടീനെ കുട്ടിയും പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ വെച്ച് ഓടിച്ച് ഇവൻ മറ്റേ റിവേഴ്സിൽ വണ്ടി മുന്നിക്ക് പോണതിനേക്കാൾ സ്പീഡിൽ. എന്നിട്ട് അയാൾ കയ്യിലൊരു വായി കൊടുത്തു കുട്ടിക്ക്. ആ കുട്ടിപ്പടെ പഠിക്കണം. ഇപ്പൊ MPhil പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അടുത്ത ഈ MPhil തീസിസൊക്കെ കഴിഞ്ഞാൽ അതിന്റെ വാല്യുവേഷൻ കഴിഞ്ഞാൽ അല്ലതർക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒന്ന് പഠിച്ചാൽ മറ്റത് അതൊന്നും ശരിയല്ല. നമ്മളിപ്പോൾ ഓടുകയെന്ന് വിചാരിക്കുക. ഓടുമ്പോൾ നമ്മൾ കുറെ ഓടിയാൽ നമുക്ക് നമ്മുടെ മസിൽ പിന്നെ ഒന്നുകൂടി ബലപ്പെടുകയാണ്, ക്ഷയിക്കുക ചെയ്യുക. നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ, നമുക്ക് ആലോചിച്ചൂടെ? ഇപ്പൊ ഞാൻ മോദിയായിട്ട് കുട്ടം പിടിച്ചിരുന്ന് പിന്നെ മക്കത്ത് ഒന്ന് സൈ ചെയ്തപ്പോൾ തന്നെ മസിൽ കയറാനായിട്ട് ഒരു നിർവാഹമില്ല. നേരെ മറിച്ച് പന്ത് കളിക്കണമല്ലോ. അപ്പൊ മസിൽ കൂടുതൽ ഉപയോഗിച്ചാൽ എന്നതുപോലെ മനുഷ്യന്റെ തലച്ചോറ് കോശങ്ങളാണ്. ഈ കോശങ്ങൾക്ക് ഓർക്കാനെന്ന് വേറെ, അപഗ്രഥിക്കാനെന്ന് വേറെ, ഗ്രഹിക്കാനെന്ന് വേറെ, അങ്ങനെ ഓരോന്നിനും കോശങ്ങളാണ്. ആ കോശങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ കാണാപ്പാട്. ഇപ്പൊ ചില കുട്ടികളൊക്കെ എപ്പോഴും പഠിക്കുന്ന കുട്ടികളൊക്കെ എന്തായാലും ഒരു പരീക്ഷയിൽ ഒന്നോട്ട് തിരിഞ്ഞിട്ടുണ്ടാവില്ല. എന്നല്ല കാണാപ്പാടം പഠിക്കണ പരിപാടിയാണ്. ആ ഭാഗം, ആ കോശം വല്ലാതെ വികസിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് വേണം പരീക്ഷ എഴുതാൻ പറ്റണം. അപഗ്രഹിക്കാൻ അങ്ങനെ, ഗ്രഹിക്കാൻ അങ്ങനെ, മനനം ചെയ്യാൻ ഒക്കെ ശരിയാണ്. ഇത് ഉപയോഗിക്കുന്നതനുസരിച്ച് കൂടെ ചെയ്യാം. ഐൻസ്റ്റീൻ വരെ ബുദ്ധി 10% ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ കുറെ പഠിച്ചാൽ പണ്ട് ഇന്ദിരാഗാന്ധിക്ക് പിന്നെ കത്ത് എഴുതിയ നെഹ്റു പഠിച്ച് വയറ് വീർത്ത് പൊട്ടൊന്നുമില്ല, പേടിക്കണ്ട. ഒരു സിലബസും 2 സിലബസും 2000 സിലബസും പഠിച്ചാലൊന്നും വീർത്ത് പൊട്ടുന്ന സാധനമല്ലത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിച്ചു എന്നാണ് ഐൻസ്റ്റീൻ 10%-ത്തിലപ്പുറം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ പഠിക്കണം. ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ കുഴപ്പമുണ്ടാവും. അതിപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് വെളുത്ത തുണി വെളുത്ത കുപ്പായ. അപ്പൊ ഒരു വെളുത്ത നമ്മുടെ കുട്ടി അങ്ങനെ ഒരു മോലിയോറിറ്റി ആയതുകൊണ്ട് തുണിക്കുപ്പായം മാറ്റുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കി ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ല. ഇപ്പോ 7 കുട്ടികൾ അല്ലാതെ പിന്നെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD 3 ആൾ കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഇനി 4 ആളുതാ ഈ കൊല്ലം വരാൻ പോവുകയാണ്. ബാക്കി കോഴ്സനുസരിച്ച് പോയതാണ്. അപ്പോ മഹാനായ ശിഹാബ് തങ്ങൾക്ക് ശേഷം കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എവിടെ ആരും ശിഹാബ് തങ്ങൾ ഡിഗ്രി അവിടെ പഠിച്ചിരിക്കുന്നത്. അസറിന് ഞാൻ തങ്ങളോട് നേരെ പറഞ്ഞാണ്. അസറിൽ പിന്നെ സെക്കൻഡറി പഠിച്ചു, എന്നിട്ട് അറബിക് ലിറ്ററേച്ചറിന് കൈറോ യൂണിവേഴ്സിറ്റി ചേർന്ന് അവിടെ പോയിരിക്കുന്നത്. ഇതിപ്പോ PhD കഴിഞ്ഞ് 3 ആൾ എത്തി. ഇനി 4 ആൾ വരാനിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആരും പോയിട്ടില്ല, കാര്യമായിട്ടാരും പോയിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് മതവിദ്യാഭ്യാസ രംഗത്ത് അല്ലസർ ഈ പറഞ്ഞ കുട്ടികളിൽ 3 കുട്ടികൾ അല്ലസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG പൂർത്തീകരിച്ച ആൾക്കാരാണ്. PG എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ അടുത്ത മാരിക്കുള്ള PG ഒന്നുമല്ല. ഇപ്പൊ ഞാനവിടെ ചെന്ന സമയത്ത് എന്താ ഇവിടെ പരീക്ഷന്റെ റിസൾട്ട് എന്ന് വെച്ചപ്പോ 213 കുട്ടികൾ പരീക്ഷ എഴുതി, 13 ആൾ പാസ്സായി, 200 ആൾ തോറ്റു. അപ്പൊ ഇനി എങ്ങനെയാണ് അവിടുത്തെ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ദീനീ വിദ്യാഭ്യാസ രംഗത്ത് ഈ കുട്ടികൾ പഠിച്ചിട്ട് ലോകത്തെ ഏറ്റവും പഴയ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്, PhD വാങ്ങുകയാണ്. അതേസമയത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന് വല്ല നഷ്ടം കുറവുണ്ടോ? ഇല്ല. കുവൈത്ത് ന്യൂസ് ഏജൻസിയിലെ റിപ്പോർട്ടറായിട്ട്, ഇന്ത്യന്റെ റിപ്പോർട്ടറായിട്ട് വാക്കിയാണ് കുനയില്. അതൊരു വാക്കിയാണ്. അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇനിയും PhD-ക്കാർ ഇറങ്ങാനിരിക്കുന്നു, ജാമ്യ മില്ലിയിൽ നിന്ന് ഇറങ്ങാനിരിക്കുന്നു, കാലിക്കറ്റിൽ നിന്ന് ഇറങ്ങി ജാമ്യ മില്ലിയിൽ നിന്ന് ഇറങ്ങാനിരിക്കുന്നു. അങ്ങനെയൊക്കെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും പോകുന്നു. രണ്ടും സമന്വയിച്ച് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ചരിത്രം അതാണ്. ഇമാം ഷാഫിയുടെ, ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ ഒക്കെ ചരിത്രം അതാണ്. ഈ രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ വളരെ ശ്രദ്ധിക്കും. ഈ വിദ്യാഭ്യാസം സമന്വയം നടന്നില്ല എന്നുണ്ടെങ്കിൽ, ദീനി വിദ്യാഭ്യാസം കൂടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നഷ്ടം അത് പ്രായമുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പ്രായമില്ലാത്ത ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ അവർക്കും പ്രായം വരും, ജീവിച്ചാൽ എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. കുട്ടികള് വൃദ്ധസദനം കാണാൻ പോയി കോഴിക്കോട്ട്.
അവർ കയ്യേറ്റുമാസിക മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഫീച്ചർ. അപ്പോൾ പിന്നെ ഒരു ഹൈന്ദവ സമൂഹത്തിലായിട്ട് ഒരു സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ മക്കളൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ കരയാൻ തുടങ്ങി. മക്കളെ കണ്ടിന്നെ തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ റിസപ്ഷനിലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് കുട്ടികളെ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, എന്നിട്ട് പറഞ്ഞു, ഈ തള്ളക്ക് ഒരു മകനുണ്ട്, അവൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ വന്നു, ഞങ്ങൾ അവനെ ആട്ടി വിട്ടു. അതിന്റെ സംഭവം നോക്കി. അവന്റെ ഭാര്യ പ്രസവിച്ചു, പ്രസവ ശുശ്രൂഷക്ക് ആളില്ല. അപ്പൊ പിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടേ തള്ളിയ ഉമ്മയെ തേടി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കാണാം. അപ്പൊ ഇവരിത് തിരിച്ചറിഞ്ഞിരിക്കണം, അവരാട്ടി. അപ്പൊ ഇതാണ് പടച്ചോനെ പറ്റി അറിവില്ലാഞ്ഞാൽ ആരാണ് ഉമ്മ ആരാണ് ഉപ്പ എന്ന് തിരിച്ചറിയാഞ്ഞാൽ എനിക്കും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, എനിക്ക് നിങ്ങൾക്കും വരാൻ പോകുന്നത്. ഞങ്ങൾ കുട്ടികൾ പഠിപ്പിക്കുന്ന ഒരു കഥ ഉണ്ട്, കുവൈത്ത് കഥയാണ്. പിന്നെ കായിക കളക്ഷനിൽ ലുക്കസുറഫിൽ ബുക്കായി ആലയിന ലുക്കസുറഫിൽ ബുക്കായി ആലയ അദ്ദേഹം തിന്നൊരു പേര്. പാപ്പാക്ക് വേണ്ടി കരയുന്നത് നമ്മൾ ഒട്ടും കുറവ് വരുത്തൂലെന്നർത്ഥം. അപ്പോൾ കുവൈത്തിൽ ജോലി ചെയ്യുന്ന വലിയ ഉയർന്ന പദവിയിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ അമ്മ പിന്നെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ കമ്പനീൻ്റെ MD ആയിട്ടുള്ള അനുജൻ മറ്റേ ജ്യേഷ്ഠൻ, അപ്പോൾ ജ്യേഷ്ഠനായിട്ട് പറയാണ്, ഇജ് നമുക്കിവിടെ നല്ല നഴ്സുമാരെ ഏൽപ്പിച്ച് പോകാം, അല്ലാതെ അപ്പോൾ ഇജൊരു വലിയ ഉത്തരവാദിത്തപ്പെട്ട കമ്പനീൻ്റെ MD അല്ലേ, ഇജ് ആ ജോലിയൊക്കെ നഷ്ടപ്പെടുത്തി എന്താ കാര്യം? ഉപ്പാക്ക് കാര്യങ്ങളൊന്നും തിരിച്ചറിയില്ല. പിന്നെ ഇപ്പൊ നഴ്സ് ചെയ്തു, ഞാൻ ചെയ്തു, നീ ചെയ്തു, വെറുതെ നമ്മൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം, എല്ലാത്തിനും ഫിലോസഫിയാണല്ലോ, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നമ്മൾ എന്തിനാ മറക്കണേ? അപ്പൊ നമ്മൾ നുക്കത്തിറ ഒരുപാട് ചെറിയ ഒരു പേജ് കഥയാണ്. നുക്കത്തിറ ഫിൽബുക്കായി ആലേജി ആ പണി മരിച്ചാൽ നമുക്കത് കരയാം, അത് നമ്മളൊരു കുറവും വരുത്തണ്ട. അപ്പൊ നമ്മളൊക്കെ മരിച്ചാല് കരച്ചിലൊരു കുറവും വരുത്താത്ത കുറെ ആൾക്കാരുണ്ട്. ഇവരെ ഉദ്ദേശിച്ച് ഞാനൊരു തരത്തിൽ ചെറുപ്പക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട കേട്ടോ. ചെറുപ്പക്കാർ ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്, ചെറുപ്പക്കാരും പിന്നെ ഒരു വയസ്സന്മാരാകും. ഞാൻ എൻ്റെ ഒരു വിധം ഫൽസഫത്തുൽ ഹയാത്താണ് ഈരിയാബുമാദി എന്ന് പറഞ്ഞ അറബിക കവിതൻ്റെ ഒരു കവിൻ്റെ ഒരു തത്വശാസ്ത്രം. ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ജീവിതത്തെ പറ്റി ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനുള്ളതാണ്. അതെങ്ങനെ? രണ്ട് തരത്തിലുള്ളത്. ഞാൻ എൻ്റെ ഒരു വിഷയം അനുസരിച്ച് എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കും. എൻ്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഗൾഫിൽ അവിടെയോടെയൊക്കെ മക്കളുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് അബുദാബിയിൽ 12 വർഷം എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് മസ്തൂറായിട്ട് ജീവിച്ചു പോരുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് ഞാൻ ചെയ്യും. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വേണ്ടിയിട്ട് ഞാൻ പട്ടിണി എടുക്കാൻ ഏതായാലും തയ്യാറില്ല. ആദ്യം അവരോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ഫൽസഫത്തുൽ ഹയാത്തിൽ ഈരിയാബുമാദ്യം പറഞ്ഞത് തന്നെയാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളത്. വരാൻ പോകണതൊക്കെ വെച്ച് നമ്മൾ എന്തിനാ വെറുതെ ബേജാറാക്കണേ? അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക്, പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് ഖുർആൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് വേണം. നമുക്കറിയാം, നമ്മളത് വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കാത്തവരെ വിശ്വസിപ്പിക്കാനല്ല ഇപ്പൊ ഈ സംസാരം. നമ്മൾ വിശ്വസിക്കുന്നു പരലോകമുണ്ട് എന്ന്. യഥാർത്ഥ ജീവിതം അതാണ് ലയ്യൽ ഹയവാൻ, അതാണ് ജീവനുള്ള ജീവിതം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ പരലോകം അങ്ങോട്ട് ഉറപ്പാക്കി വെക്കണം. ആദ്യം ഞാനും നിങ്ങളും എൻ്റെ അടുത്ത് പണം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. പണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ, എന്തെങ്കിലും പഠിച്ച പാണ്ഡിത്യമോ അറിവോ ഉണ്ടെങ്കിൽ അത് കൊണ്ട് പരലോകം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പരലോകം നേടിയെടുക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ പാപ്പക്കിത്തങ്ങൾ പണക്കാട്ട് വന്നു. ഈ പൂക്കോട്ടങ്ങളെ കൂടെ വന്ന പൂക്കോട്ടങ്ങളുള്ള കാര്യമാണ്. അപ്പൊ തങ്ങള് ആ കൊലയിലോട് ചേർന്ന റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ എന്തിനാ അവിടെ കിടക്കണമെന്ന് ചോദിച്ചാൽ വരുന്നവർക്ക് എപ്പോഴും മുട്ട, ഉള്ളിൻ്റെ ഉള്ളിൽ പോയി കിടന്നാൽ ആൾക്കാർക്ക് പരാതിയായിട്ട് വരും, മുട്ടാൻ പറ്റില്ല. രാത്രി ആ സമയത്ത് 2 മണി 3 മണി സമയത്ത് ഒരാൾ വന്നാണ്ട് മുട്ടാണ് പൂക്കോയനെ. പൂക്കായത്തങ്ങള് വൈകി വന്ന് കിടന്നുറങ്ങിയ പൂക്കായത്തങ്ങൾ കൊണ്ട് ഈ സാധനം കണ്ടാ പിരാന്തൻ എന്ന് തോന്നുന്ന ഇയാളുടെ പരാതി കേൾക്കുകയാണ്. അപ്പോ ആ പശ്ചാത്തലത്തിൽ ബാപ്പക്കിത്തങ്ങൾ ചോദിച്ചിത്രേ പൂക്കോയത്തങ്ങളോട്, പൂക്കോയ അവനെ തടി വേണ്ട കുറച്ചൊക്കെ നോക്കുക. പൂക്കോയത്തങ്ങളതിന് പറഞ്ഞ മറുപടി പോണോടത്തോളം പോട്ടെ, പോണോടത്തോളം പോട്ടെ. ആ ഭാഷ എല്ലാവർക്കും തീരുമെന്നറിയില്ല. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ പിന്നെ എൻ്റെ ശരീരം അത് ഉണങ്ങിപ്പോകും, അത് ശുഷ്കിച്ചു പോകും, അത് ശോഷിച്ചു പോകും, അത് അങ്ങനെയായി പോകും ഇങ്ങനെയായി പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ നമ്മൾ ശരീരത്തെ ഇങ്ങനെ നോക്കി, കണ്ണു നോക്കി, കാത് നോക്കി, പിന്നെ മസിൽ നോക്കി എല്ലാം നോക്കിയിട്ട് ആർക്കാ ഉറപ്പ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് വല്ല നന്മയും ചെയ്താൽ അതവിടെ ബാക്കിയുണ്ടാകും. അപ്പൊ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ വീക്ഷണം അനുസരിച്ച് എന്താ ചെയ്താൽ ചെയ്യുക. CH സെന്ററിന്റെ പിന്നെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ അത് ചെയ്യുക. ക്യാൻസർ രോഗികളെ സഹായത്തിലാണോ അത് ചെയ്യുക. മറ്റു വരെ ചാരിറ്റിയും ചെയ്യലാണെങ്കിൽ അത് ചെയ്യുക. ദീനി സ്ഥാപനങ്ങളെ സഹായിക്കണമെങ്കിൽ അത് ചെയ്യുക.
അപ്പോൾ പിന്നെ നമ്മൾ എൻ്റെ കുട്ടികൾക്ക് പെൺകുട്ടികളോട് നമ്മൾ പറയും കല്യാണം പറ്റൂല, എഴുതി വാങ്ങിക്കുകയാണ്. കോഴ്സിന് ഒപ്പിയ കോഴ്സ് 5 കൊല്ലമാണ്. ഈ 5 കൊല്ലം കഴിയുന്നതിന് മുമ്പ് കല്യാണം ഉൾപ്പെടെയുള്ളതൊന്നും ഇങ്ങോട്ട് പറഞ്ഞു വരരുതെന്ന് എഴുതി ഒപ്പിടിച്ചെന്ന് മേടിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒപ്പിട്ടുകാണ്ട് ചില ആൾക്കാർ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വരും, അത് ഉസ്താദേ ഓളപ്പാപ്പാക്ക് ഓളെ പുതിയാപ്പളിനെ ഒന്ന് കണ്ട് മെച്ചണമെന്നുണ്ട്. അപ്പൊ നമ്മള് ഈ രക്ഷിതാക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് തുറന്നാ സംസാരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഓളെ കുട്ടീനെയും കാണണ്ടേ? ഓളെ കെട്ടിച്ചിട്ട് ഓളെ പുതിയാപ്പളിനെ മാത്രം കാണുന്നതിനാ? കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് കുട്ടി ഉണ്ടാവുമല്ലോ, ആ കുട്ടീനെയും കാണണ്ടേ? ആ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നത് എന്തൊരു കൗതുകമാണ് കാരണം. ഇവിടെ ശാശ്വതമായിട്ട് ജീവിക്കാൻ പറ്റുമോ? പൊട്ടത്തരത്തിനാ പറഞ്ഞു നടക്കണേ. അപ്പൊ ഞാൻ പറയണത്, നമ്മൾ നല്ല ബുദ്ധിപൂർവ്വം ആലോചിക്കണം. പരലോകത്തിന് വേണ്ടി ചെയ്യണം. KMCC-യുടെ പ്രവർത്തനം, SYF-ന്റെ പ്രവർത്തനം, ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം, ഓരോരുത്തരും അവനവനെ കൊണ്ടാകുന്ന എത്ര മരിച്ചു ചെന്നിട്ട് സുഖം കിട്ടാനുള്ള പണി ചെയ്യണം. ദുനിയാവിലുള്ള കാര്യം എല്ലാ തലമുറകൾക്കും വേണ്ടിയുള്ളത് ഇവിടെ. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ ആളുകളെ പിന്നെ മടിയന്മാരാക്കണ്? ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ബിൽഗേറ്റ് എഴുതി വെച്ചിരിക്കണ് ഞാൻ മരിച്ച 10 മില്യൺ, മക്കൾക്ക് 10 മില്യൺ ഉള്ളൂ. അത് ഇന്ന് വായിച്ചതാണ്, അറബി പത്രത്തിൽ വായിച്ചത്. ബിൽഗേറ്റിന് ഒരു മിനിറ്റിന്റെ പൈസ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ 10 മില്യൺ ഡോളർ എന്ന് പറഞ്ഞത് ബിൽഗേറ്റിന്റെ വരുമാനത്തിന്റെ ഒരു മിനിറ്റിന്റെയോ എത്രയെന്നറിയില്ല, ഏതായാലും വളരെ അത്രയേ ഉള്ളൂ. മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുക. എന്നിട്ട് അയാൾ ലോകത്ത് മുഴുവനുള്ള ആളുകൾക്ക്, കുഷ്ഠരോഗികൾക്കും മറ്റും ബുഫറ്റ് രോഗ മുതലാളിയായി 4-5 കൊല്ലം മുമ്പാണ് ബിൽഗേറ്റിനെ കാണാൻ ചെന്നു. അരമണിക്കൂറാണ്. ഇയാളെ ഇങ്ങനെ കണ്ട ഒരു കോലില്ലാത്ത ആളാണ്, നടപടി ജാട കുറവാണ്. പക്ഷെ ആ കൂടിക്കാഴ്ച 10 മണിക്കൂർ നീണ്ടു നിന്നു. മീഡിയകൾ പറഞ്ഞതാ, 10 മണിക്കൂർ നീണ്ടു നിന്നു. 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ചയിൽ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ വോറൻ ബൂഫറ്റ് ബിൽഗേറ്റ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനത്തിന് സംഭാവന ചെയ്തത്, ഞാൻ അന്ന് ഇന്ത്യൻ രൂപയാക്കാൻ കൂടി, 24,000 കോടി റുപ്യാണ്. 24,000 കോടി റുപ്യ. അവർക്ക് അവരുടെ പരലോകമുണ്ട്, നമുക്ക് ഖത്തിറ ദുനിയാവല്ല ആഖിറ. നമ്മളിങ്ങനെ അച്ചടത്ത് ഉപ്പ് തേക്കാതെ ശരിക്കും ഒരു ജ്യൂസ് വാങ്ങി കുടിക്കാതെ തലമുറകൾക്ക് വേണ്ടി നടക്കുകയാണ്. എന്തിന്? അപ്പൊ ഇവിടെ ജീവിതം തിമിർത്ത് ആസ്വദിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നവരോടെ വർത്താനുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതം തിമിർത്ത് ആസ്വദിക്കാൻ പോകുന്നത് നാളെ മരിച്ചു ചെന്നിട്ടാണ്. അത് വിശ്വാസമില്ലാത്ത ആളോട് ഒരു വർത്താനമില്ല. അത് ആഖിറത്തിഹും യൂഖിനൂൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണ്? ആഖിറത്തിൽ അവർക്ക് ഉറപ്പുണ്ട് എന്നാണ്. ചിലർക്ക് വിശ്വാസമാണുള്ളത്. നല്ല ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ആഖിറത്തിൽ ഉറപ്പുണ്ട് എന്നാണ്. വിശ്വാസം കൊണ്ട് കാര്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. ആഖിറത്തിൽ ഉറപ്പുള്ള ആളുകൾ ആഖിറം ഇൻഷൂർ ചെയ്യാനുള്ള, അത് ഉറപ്പ് വരുത്താനുള്ള വഴി എന്താ അങ്ങോട്ട് ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തോളി, നിങ്ങളെ കൊണ്ട് കഴിയുമ്പോലെ ചെയ്തോളി. ഈ ആരോഗ്യം, പൂക്കോട്ടങ്ങൾ പറഞ്ഞതുപോലെ പോണോടത്തോളം പോട്ടെ, എല്ലാ ആരോഗ്യം ഉറക്കമിളച്ചിട്ടും കഠിന പ്രയത്നം ചെയ്തിട്ടും പണം കൊടുത്തിട്ടും ജനങ്ങളോട് സമ്പർക്കം പുലർത്താൻ കഴിയുന്ന അത് ചെയ്തിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യന്നെ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാണ്. ഈ പ്രവാസത്തിൽ ഒരു പക്ഷേ ഞാനൊരു പ്രവാസിയാണ്, അതുകൊണ്ട് പറയാണ്, നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ സുഹൃതം എന്ന് പറഞ്ഞ അതാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ഗ്രാമത്തിലേക്ക് തിരിച്ചു ചെന്നാൽ നമ്മൾ ആ ഗ്രാമത്തിന്റെ ആ ഒരു പരിധിയിൽ നമ്മൾ ഒതുങ്ങി നിൽക്കണം. ഇത് നമ്മുടെ കേരളമാകെ ഒരു ചെറിയ പട്ടണമായി തീരുകയാണ്, ലോകമാകെ ഒരു പട്ടണമായി തീരുകയാണ്. നമുക്കൊരുപാട് സുഹൃത്ത് അവിടെ ചെയ്യാൻ പറ്റും. ആ സുഹൃത്തും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. പിന്നെ നമ്മൾ പരാതികളും വിഷമങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ധാരാളമായി അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടരാണ്. പരാതി വേണ്ട. ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. അള്ളാഹിനോട് പരാതി പറയാ. നിയ്യത്ത് നന്നാക്കുക. നിയ്യത്ത് നന്നായില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ഉമ്മത്തിന്, ഏതൊരു മനുഷ്യ സമൂഹത്തിനും മുന്നേറാൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. നല്ല രീതിയിൽ പഠിക്കുക. അത് പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സമന്വയിച്ച് പഠിക്കുക. ഒരു മതബോധം. അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഞാൻ ഈ തരത്തിലുള്ള ഒരു കോഴ്സിന്റെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വാക്കി കോഴ്സിൽ ചേർക്കണം അല്ലെങ്കിൽ ഒതുങ്ങി കോഴ്സ് ചേർക്കണം എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് പറയാം. പക്ഷെ എല്ലാവർക്കും അതിന് പറ്റിക്കോളന്നില്ല.
അങ്ങനെ പറ്റാത്ത ആളുകളും ചെയ്യേണ്ടത് മക്കളെ ദീനിയായിട്ട് പഠിപ്പിക്കണം. ദീനിയായിട്ട് പഠിപ്പിക്കാനുള്ള ദീനിയായ ഒരു വലിയ സിലബസ് പഠിപ്പിക്കാനുള്ള അർത്ഥത്തിനല്ല, ദീനി ബോധം കിട്ടാത്ത, ഇപ്പോൾ രാമനുണ്ണി കുറച്ചു മുമ്പ് മാതൃഭൂമിയിൽ 2-3 ദിവസം തുടർലേഖനം എഴുതി. എല്ലാ തരം കോഴ്സ് പഠിക്കുന്ന, സയൻസ് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ധർമ്മപാഠങ്ങൾ ധാരാളമായി കൊടുക്കണം. ധർമ്മബോധത്തിന്റെ അഭാവത്തിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കുഴപ്പങ്ങൾ മുഴുവനും നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുഴപ്പങ്ങളും ഗുരുമാരുകളും മുഴുവൻ നടക്കുന്നത് ധർമ്മ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഉമ്മയാരാണ് പെങ്ങളാരാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഡൽഹി പീഡനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലുള്ള ചാമിമാരും മറ്റു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ധർമ്മ വിദ്യാഭ്യാസം ഇതൊക്കെ ഇപ്പോൾ ഞാനും നിങ്ങളും കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലൊക്കെ നമ്മളൊരു തരം ചിന്തയില്ലാത്ത സമൂഹമായി പോയി. ഇപ്പോൾ നിങ്ങളൊക്കെ കൂടി ഇപ്പോൾ എൻ്റെ കുട്ടീനെ നന്നാക്കണം എന്ന് വിചാരിച്ചു, എനിക്ക് വാക്കിയാക്കണം, അപ്പൊ പിന്നെ 5-8 കൊല്ലം അതിനടക്കണം, ഉദവിയാക്കണം 12 കൊല്ലം. അപ്പൊ അതിൻ്റെ ഒന്നും അപ്പുറത്ത് അതിനേക്കാൾ കുറഞ്ഞ ഒരു ചെറിയ ഡോസിൽ അതൊന്നും ഇല്ലേ? അത് ഡിസ്പ്ലേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാനടക്കമുള്ള ആളുകളെ കുറ്റവാളികളാക്കുന്ന വലിയ ഒരു തെറ്റ്. അതും വേണ്ടതാണ്. അതിനൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ആവശ്യം വരണം. നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ ആകെ മാറണം. വയലുകളും ഉറുതികളും ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഈ 70,000 വാട്സൊക്കെ വെച്ച് വയത് പറയുന്ന ആൾക്കാർ ഈ വയലിന്റെ ഒക്കെ ആകെ തുക പൈസ കൊടുക്കണം എന്നാവുകയാണ്. ഇപ്പോ ഞങ്ങൾ തൂതയിലൊരു വയല് നടത്തിയപ്പോ ആകെ തോറ്റുപോയി. കാരണം അപ്പോ വാഫിക്കാരെ പ്രീതിപ്പെടുത്തലാണ് വയല് പറയുന്ന ആളുടെ ആവശ്യം. എന്നിട്ട് തിരിച്ചും മറിച്ചും വാഫിയേക്കാൾ മുന്തിയതൊന്നും ഈ ഭൂമിയിൽ അങ്ങോട്ട് ഉണ്ടാവില്ല. എന്ത് മണ്ടത്തരാണ് ഈ പറഞ്ഞത്? അത് ഒരു ശരി, എത്ര ശരി വേറുണ്ട്. ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ, ഒരു സംഗതിയെ പറ്റി പറയുമ്പോൾ ഭംഗിയായിട്ട് വൃത്തിയിലുണ്ടെങ്കിൽ 2 വാക്ക് നല്ലതാണെന്ന് പറയാന്നല്ല. അതിങ്ങനെ അപ്പൊ ആളുകളെ സന്തോഷിപ്പിക്കുക, പണം ഉണ്ടാക്കാനുള്ള വഴി തന്നെ സംസാരിക്കുക. ഇതൊന്നും കാര്യമില്ല. കള്ള് കുടിക്കരുത് മക്കളെ, പെണ്ണ് പിടിക്കരുത് മക്കളെ. അത് ഊന്നി പറയാൻ കുട്ടികളുടെ മനസ്സിൽ അങ്ങോട്ട് കയറുന്ന തരത്തിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കള്ളുകുടി നിങ്ങളെ മക്കളൊക്കെ പലരോടെ പഠിക്കുന്നുണ്ട്. വളരെ പേടിക്കണം. കള്ള് ഇപ്പൊ ഡൽഹി പീഡനം നടന്നു. ഈ ഡൽഹി പീഡനത്തിന്റെ പിന്നില് എല്ലാവരും കൂടി ആ ചെറുക്കന്മാരെ കുറ്റം പറയാണ്. ഞാൻ പള്ളിക്കൽ വരെ പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ വിചാരിക്കണില്ല ഡൽഹിയിലെ ബസ് ഓടിച്ച ഡ്രൈവറും ആ പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടി കൂടെ കൂടിയ ആളുകളൊന്നും അടിസ്ഥാനപരമായിട്ട് മോശക്കാരൊന്നുമല്ല. അവർ പെങ്ങന്മാരൊക്കെ പിടിച്ചുകാണ്ട് ബസ്സിലിട്ടുകാണ്ട് എന്തെങ്കിലും കാട്ടണം എന്നുള്ള അഭിപ്രായക്കാരൊന്നുമല്ല. അവർ വേറെ മതത്തിലോ ചിന്തയിലോ ധർമ്മത്തിലോ പെട്ട ആളുകളായിരിക്കാം. പക്ഷെ അവരൊന്നും അങ്ങനെ വിശ്വസിക്കണില്ല. ഞാൻ ഏതായാലും വിശ്വസിക്കണില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു എന്നാ? കള്ളുടിച്ചത് കൊണ്ട്. പണ്ടൊരു അറബി പറഞ്ഞു, ലാ അഷ്റബു മാ യഷ്റബു അക്രി. എന്റെ ബുദ്ധിയെ കുടിക്കുന്ന സാധനം കള്ളു അറബി കൊടുത്ത പറഞ്ഞു, എന്റെ ബുദ്ധിയെ കുടിക്കുന്ന ഒരു സാധനത്തെ ഞാൻ കുടിക്കൂല. ഞാനത് കുടിച്ചാൽ അതെന്ത് ചെയ്യും? എന്റെ ബുദ്ധിയെ കുടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനത് കുടിക്കൂല. എനിക്ക് എന്റെ ബുദ്ധി നഷ്ടപ്പെടരുത്. ബുദ്ധി നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതിന്റെ ശേഷം പത്രം വായിച്ചപ്പോഴൊക്കെ കള്ള് പിന്നിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് കള്ള് കുടിക്കാത്തവരാകണം? ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ വാക്കി കോഴ്സിന് ചേർന്നാൽ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കള്ള് കുടിക്കാത്ത ആളുകളായി തീരുമല്ലോ. മക്കളെ നിങ്ങൾ പ്രവാസികൾ, ഞാൻ ഇപ്പൊ നാട്ടിലായപ്പോ ഇനി എന്റെ മാക്സിമായി, നിങ്ങളുടെ മാക്സിമായിട്ടില്ല. നിങ്ങൾ ഇവിടെയാണ്. മക്കളെ വളരെ നിരീക്ഷിക്കണം. മക്കൾക്ക് ധർമ്മ വിദ്യാഭ്യാസം കൊടുക്കണം. ഇനി പണ്ടാരോ പറഞ്ഞ പോലെ ഒരു മാർഗവും വഴിയും മുന്നിലില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലത്തിന് വാർഷിക കോഴ്സിന് ചേർക്കുക, അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ ഇവിടെ തെറ്റി പോന്നോട്ടെ, എന്നാലും മതില്ല. അപ്പോ അങ്ങനെ ആയാലും എന്താ കിട്ടാൻ പോണെന്ന് വെച്ചാൽ ഈ 2 കൊല്ലത്തെ ഫീഡിങ് കൊണ്ട് അവന്റെ തലയിൽ ചിലത് കയറും. അത്രയെങ്കിലും ഏതോ ഒരളവിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ചുരുക്കത്തിൽ ധർമ്മ വിദ്യാഭ്യാസത്തെ, സമന്വയ വിദ്യാഭ്യാസത്തെ, അറിവുകളുടെ, ചിന്തകളുടെ, ദർശനങ്ങളുടെ ആ ഒരു സമന്വയം കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു ഫീഡിങ് അത് നമ്മൾ നടത്തണം. അതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ കോഴ്സ് ഇനിയിപ്പോൾ സമയം ഒരുപാടില്ലാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെ വാരി വലിച്ച് പറയണം. ഇത് ഇപ്പോൾ ഇവിടെ പറയപ്പെട്ടതുപോലെ വളാഞ്ചേരി മർക്കസിൽ തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. കെ ഹദറത്ത് എന്ന് പറയുന്ന അള്ളാഹു മർക്കത് സാത്വികനായ സാധുവായ മനുഷ്യനാണ്. കണ്ട ആളുകൾ പലരുണ്ടാകും. വളരെ സാധുവായ മനുഷ്യനായിരുന്നു. നമ്മൾ ഗഞ്ചത്തുസ്താദിനെ പറ്റി ഒരു കറാത്ത് പോലും ചെയ്യാത്ത ആള്. നമ്മളൊക്കെ ഉസ്താദിന്റെ കൂടെ കുറച്ചൊക്കെ നടന്ന ആളുകളാണ്. നമ്മൾ മൂപ്പരൊരു തെറ്റോ കുറ്റമോ കറാത്തോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അത്ര സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ മൂപ്പരുണ്ടായിരുന്ന കാലത്ത് അബുദാബിക്കാരൻ ഒരു അറബി, വളാഞ്ചേരിത്തെ കഥ പറയാൻ ഞാൻ ബാക്കിയിലേക്ക് 2 ലേശം കടന്നിട്ട് മതിയൊക്കെയാണ്. അപ്പോൾ ഒരു അറബി കുട്ടികൾക്ക് വസ്ത്രത്തിന് മുക്കാനുള്ള നീലം ഉൾപ്പെടെ ഞാൻ തരുമെന്ന് പറഞ്ഞു അബ്ദുൽ മുഹൈദ് എന്ന് പറഞ്ഞ അമേരിക്കാരൻ ഒരു അറബി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സുന്ദൂഖ് സക്കാത്ത് വഴിയെ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വന്നപ്പോൾ അതിനേക്ക് തുടരാൻ പറ്റാതെ വന്നു.
അപ്പോൾ ഒരു 100 കുട്ടികൾ അങ്ങനെ നിലനിർത്തി പോകുന്നു. കഷ്ടപ്പെട്ട് ആളുകളൊക്കെ വരിസംഖ്യ എടുത്ത് വലുതിയിലൊക്കെ ചെറിയ ശമ്പളം വാങ്ങുന്നവരും വരിസംഖ്യ കൊടുത്ത് അങ്ങനെ പോരുമ്പോൾ ഇത് കൂട്ടാനൊന്നും മാർഗമില്ലാതെ വന്നപ്പോൾ, എന്നാൽ ഈ സിലബസ് പാഠ്യപദ്ധതിയൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മൾ അവിടെ മാത്രം കോളേജ് ഉള്ളപ്പോൾ 40 കുട്ടികളെ സ്വീകരിക്കും, 400 കുട്ടികൾ വരാൻ തുടങ്ങി. 400 കുട്ടികൾ വരാൻ തുടങ്ങി. ഇങ്ങനെ അതുകൊണ്ട് വന്ന സമയത്ത് ഗൾഫിൽ നിന്നുള്ള വഴികളാണെങ്കിലോ ആ അറബിയിൽ അറിഞ്ഞതിന്റെ പുറമെ വേറെയുള്ള വഴികളും അറിയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇത് പ്രതിസന്ധിയായി. അപ്പോൾ ഒരു പരിചയക്കാരൻ അറബിനോട് ഇത് ടെലിഫോണിൽ കൂടി പറഞ്ഞപ്പോൾ സ്വരത്തിൽ സങ്കടവും വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് താജ് ഹോട്ടലിൽ വെച്ച് സംസാരിച്ച് അയാൾ അത് ഏറ്റെടുത്തു. 5-5.5 കൊല്ലം അയാളത് ചെയ്യാൻ തുടങ്ങി. 5.5 കൊല്ലം. ഈ സമയത്ത് റമദാനോട് എടുക്കുമ്പോൾ പൈസ ബാക്കിയായിട്ട് ഐത്തിങ്ങാൻ്റെ കുട്ടികൾക്ക് വസ്ത്രം പൊടിച്ചു കൊടുക്കുക പൈസ ഉണ്ട്. അത് നമ്മളിത് അടുത്ത കൊല്ലം മാറുമ്പോൾ വേറെ പൈസ ഇല്ല. ഇതൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നേരെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അത്ര നിറവിൽ കാര്യങ്ങൾ നടന്നു വന്നു. പക്ഷെ ലോകത്ത് സാമ്പത്തിക മാന്യം വന്നപ്പോൾ ഈ സ്വാഭാവികമായിട്ടൊക്കെ നിന്ന് പോയപ്പോൾ സംഗതിയാണെങ്കിലോ ഈ ഇഷ്ടം പോലെ പൈസ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ കൂട്ടി വന്നിരിക്കുന്നത്. ഇടയ്ക്ക് നിർത്താൻ പറ്റിയ വിദ്യാഭ്യാസമല്ലേ. ഇന്ന് പൈസ നിന്നാൽ ഇന്ന് വിദ്യാഭ്യാസം നിർത്താൻ പറ്റൂലല്ലോ. അപ്പൊ പ്രതിസന്ധിയായി. അങ്ങനെ ഒരു ചെറിയ പ്രതിസന്ധി, ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഞങ്ങളത് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാന്ദർഭികമായി ഇതൊക്കെ പറയുമ്പോൾ പറയാണ് നിങ്ങളുടെ ഒക്കെ സഹകരണം ആവശ്യമാണ്. പിന്നെ ഈ വാക്ക് എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ പറഞ്ഞല്ലോ, 40 ആൺകുട്ടികളുടെ കോളേജും 5 പെൺകുട്ടികളുടെ കോളേജും. ഇതിന്റെ ഖാസ് പ്രവർത്തകർ എന്നുള്ള എനിക്ക് പറയാണ്, ഈ കോളേജുകളിൽ 5 കോളേജിൽ മാത്രമാണ് PG ഉള്ളത്. ബിരുദാനന്തര ബിരുദം അവസാനത്തെ 2 വർഷം PG 5 കോളേജിൽ മാത്രം. അത്ര സൗകര്യമുള്ളൂ. ഇത് നമ്മൾ പണ്ടൊക്കെ പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു ഓതിയോടത്തോളം മോദി എന്നുള്ള പരിപാടിയല്ല. അതുകൂടി സാന്ദർഭികമായി പറയാൻ നമ്മൾ ഉമ്മത്തിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് കുറച്ചൊക്കെ വളരെ വലിയതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ കൃത്യമായി എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, എത്ര പേജ് തീരണം, എത്ര വരി തീരണം, അങ്ങനെ സെമസ്റ്റർ സിസ്റ്റമാണ്. PGയിലെത്തുമ്പോൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റമാണ്. ഇതെല്ലാം കൂടി വളരെ ശാസ്ത്രീയമായിട്ട് എന്ന് വേറെ കാലത്ത് അവകാശപ്പെടാൻ, ഞാനത് അവകാശപ്പെടാൻ ഒന്നും പോണില്ല. ഏതായാലും അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കോളേജുകൾ ഒരു കുട്ടിക്ക് കിടക്കാൻ 25 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം, 8 കുട്ടിക്ക് ഒരു ബാത്റൂം വേണം, ഓഡിറ്റോറിയം വേണം, ഓഡിയോ വിഷ്വൽ സൗകര്യത്തോടു കൂടിയുള്ള റീഡിംഗ് റൂം വേണം, ലൈബ്രറി വേറെ വേണം, ലൈബ്രറിക്ക് ഇനത്തിലുള്ള ബുക്ക് ഇത്ര എണ്ണം വേണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനകളാണ്. ഈ നിബന്ധനകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇനി 2-3 കൊല്ലം കഴിയുമ്പോൾ ISO അക്രഡിറ്റേഷൻ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടിയുള്ള ഇൻസ്പെക്ഷനൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം ഇനി നടത്തിയിട്ട് ഇത് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നുവെച്ചാൽ ടീനേജ് വിദ്യാഭ്യാസം ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഒരു ഉള്ള വീട്ടിൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള വീട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ മുക്കിറിനെ പോയി കാണും. ആ അവിടുത്തെ പായ് എനിക്ക് തരണേ, ആ മയ്യത്ത് കുറിഞ്ഞു വരുന്ന പായ് അപ്പോഴേ മേത്തൂത്താത്തൊരു പായ് ഇട്ടുള്ളൂ. അപ്പം അങ്ങനെ മോദിയർക്ക് അത്ര മതി. ദീൻ പഠിക്കുന്ന ആളുകൾ, നമുക്ക് ദീനിനോട് ബഹുമാനം ഉണ്ടെങ്കിൽ ദീനിനെ പഠിക്കുന്ന ആളുകളോടും ദീനിൻ്റെ ആളുകളോടും അവർക്കൊരു ശരാശരി മാന്യത ഒക്കെ കൊടുക്കണ്ടേ? അതൊക്കെ നേടിയെടുക്കുക. ഒരു കുട്ടിക്ക് അള്ളാന്റെ ദീന് പഠിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ അവന് മറ്റുള്ളവരോട് പറയാൻ മടിയാണ്. ഇതിപ്പോൾ എവിടെ പഠിക്കുന്നത്, ഞാൻ വാട്ടി കോളേജിലാണ്, അറബി കോളേജിലെന്ന് പറഞ്ഞാൽ അവനൊരു ചൂള്. അത് വേണ്ട. ഞാൻ MBA പഠിക്കുന്നു, ഞാൻ MBBS പഠിക്കുന്നു, ഞാൻ വാട്ടി പഠിക്കുന്നു, ഇതൊക്കെ ഒരുപോലെ ആയിത്തീരണം. അതിൻ്റെ അപ്പുറം ആവണമെന്നില്ലെങ്കിൽ ഒരുപോലെ ആയിത്തീരണം. അങ്ങനെയുള്ള ഒന്ന് സിദ്ധാന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 45 കോളേജിൽ ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധന ഉള്ളതുകൊണ്ട് PG കോളേജുകൾ കൂട്ടാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർവാഹമില്ല. ഒരു 5 കോളേജിലുള്ളൂ. ഈ 5 കോളേജിൽ ഇപ്പം എൻ്റെ മുന്നിലുള്ള കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 5ാമത്തെ കൊല്ലം ആകുമ്പോൾ PGക്ക് മാത്രം 500 കുട്ടികൾ വരും. 500-ലേറെ വരും. അത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ 1000 കുട്ടിയായി. ഈ 1000 കുട്ടികളെ ഒരേ രീതിയിൽ മൗൾഡ് ചെയ്യാനുള്ള ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒന്നിലധികം ക്യാമ്പസ് അനിവാര്യമായി വന്നിരിക്കുന്നു. അപ്പോൾ പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. പാറയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഒരു 3 മുതലാളിമാർ ഇവിടെ അടുത്ത് വന്നു പോയി അരിപ്പൈസി. പിന്നെ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഭൂമി മേടിച്ച് സ്വന്തം ബിൽഡിംഗ് ഉണ്ടാക്കി അവർ സ്വന്തം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ കുറേയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് സഹായിക്കുന്നവർ സഹായം അവർ സ്വീകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ ഈ പ്രതിസന്ധിയുടെ മുന്നിൽ സംസാരം നടക്കുമ്പോൾ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ അവിടെ PG ക്യാമ്പസ് ആക്കി മാറ്റാൻ പോവുകയാണ്. അങ്ങനെ അവരെൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് ഒരു 2-3 ഏക്കർ സ്ഥലം വാങ്ങി. എത്ര വാങ്ങാൻ പറ്റുള്ളൂ? 1.5 കോടി രൂപ കൊടുത്തു. ഇനിയിപ്പോൾ അവർ 1.5 കോടിയും കൂടി കൊടുത്തെങ്കിലേ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ മാർഗമുള്ളൂ. അവിടെ കോയക്കുട്ടി ഉസ്താദും ഹൈദരലി തങ്ങളും കൂടി ചെന്ന് ശിലാസ്ഥാപനം ചെയ്തു PG ക്യാമ്പസ്. ഒരു 500 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം 1ാം ഘട്ടത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിപാടി. പക്ഷേ അതിപ്പോഴും യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല. സാമ്പത്തിക പ്രയാസം തന്നെയാണ് കാരണം.
ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളതൊക്കെ ഉമ്മത്തിന്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോ 960 കുട്ടികൾ ഈ പ്രാവശ്യം എടുത്തു. അതിന് വന്ന് 2300ഓളം കുട്ടികളാണ്. നമ്മൾ പള്ളിയിലൊക്കെ ദർശനവും അല്ലെങ്കിൽ മറ്റു സംഗതികൾക്ക് ആളെ തേടി പോവുകയാണ്. ഇത് ആളുകളൊന്ന് തിക്കിത്തെറിക്കുകയാണ്. വലിയ വലിയ മന്ത്രിമാരെ കത്ത് വരെ വന്നിട്ട് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. 160 സീറ്റാണ് ഒപ്പിയക്ക് പെൺകുട്ടികൾക്കുള്ളത്. അത് തേടി വന്നത് പരീക്ഷ എഴുതിയത് 1300ഓളം കുട്ടികളാണ്. ഇങ്ങനെ ദീനി വിദ്യാഭ്യാസം മോഹനവും വേണ്ടപ്പെട്ടതും മന്ത്രിമാരുടെയും വലിയ വലിയ ആളുകളുടെയും റെക്കമെൻഡേഷൻ ലെറ്ററോടുകൂടി വന്ന് തിക്കും തിരക്കും കൂട്ടുന്ന സംഗതിയും ആക്കി തീർത്തു എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി 5 കൊല്ലം കഴിയുമ്പോൾ 1000, പിന്നെ 1 കൊല്ലം കൂടി കഴിയുമ്പോൾ 1000 കുട്ടികൾ, 500,000 സെക്കൻഡ് ഇയർ കുട്ടികൾക്കുള്ള സൗകര്യമില്ല. അപ്പൊ ഇനി അതിനെപ്പറ്റി ഹൈദരലി ശിഹാബ് തങ്ങളോട് പറഞ്ഞപ്പോൾ കാളികാവുള്ള ഒരു ആചാര്യക്ക് പോയി കാണാൻ പറഞ്ഞു. അയാൾ വേഗം പറഞ്ഞു പണിയാണ് 15 ഏക്കർ സ്ഥലം തരാൻ തയ്യാറായിക്കണേ. ഡോക്യുമെന്റേഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 15 ഏക്കർ സ്ഥലം ഏറ്റുവാങ്ങുമ്പോൾ കിട്ടുകയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അത് അവിടെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ 500 കുട്ടികൾ ഉണ്ടാക്കിയാൽ പോരാ. 1000-1500 കുട്ടികൾക്കുള്ള സൗകര്യം ഈ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ പിന്നെ ഉണ്ടാകണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പദ്ധതികളുടെ മുഖത്താണ് ഞങ്ങളുള്ളത്. ഇവിടൊക്കെ ഈ കുട്ടികളെ, ഒരു കുട്ടിയെ സംരക്ഷിക്കണമെങ്കിൽ ഒരു മാസം 2500 കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ കഴിക്കാം എന്നിപ്പോൾ എനിക്കും നോക്കും അറിയാതെ പറയും. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ 2500, ഒരു 10 മാസം ബാക്കി ഒരു വീട്ടിലായിരിക്കും 25,000 റുപ്യയാണ്. ഇത് ഈ തൂത ക്യാമ്പസിൽ, വളാഞ്ചേരി മർക്കസിൽ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ മറ്റ് ബാക്കി കോളേജുകളുമായി ബന്ധപ്പെട്ട പല ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ വളാഞ്ചേരി മർക്കസിൽ മാത്രമോ തൂതക്ക് മാത്രമോ സംസാരിക്കുന്നത് ശരിയല്ല. കാരണം ഇത് കുടുംബമാണ്. 45 കോളേജുകളുടെയും സ്ഥിതി ഒന്നാണ്. സ്വയം പര്യാപ്തത ഉള്ളത് കുറച്ച് കോളേജുകൾ മാത്രമാണ്. അപ്പൊ കോളേജുകള്, ദീനി സംരംഭങ്ങള്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ കാലത്ത് നിലനിൽക്കേണ്ട സംവിധാനമാണ് എന്ന് നിങ്ങളെ ആലോചിച്ച് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണം. നടന്നു പോകുന്ന കാര്യത്തിൽ സഹായിക്കണം. പിന്നെ വീണ്ടും ഒരു പക്ഷേ നിങ്ങളൊക്കെ അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഞാനും അതുപോലെ ജയ്ദ് മുഹമ്മദ് ഇസ്ലാമി ഉസ്താദും മറ്റുമൊക്കെ വന്നിട്ട് ഈ ക്യാമ്പസുകളുടെ നിർമ്മാണം അതിനു വേണ്ടിയും നിങ്ങളോട് കൈ നീട്ടേണ്ടി വരും. ഒരു കുറവില്ല, നമ്മൾ പോക്കറ്റിക്കല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ കൂടിയിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ സഹായിക്കാൻ കഴിയുന്ന അളവിൽ സഹായിക്കുക. ഈ സഹായിക്കുക എന്നതിൽ കൂടുതൽ വലിയ കാര്യമാണ് സഹായിപ്പിക്കുക എന്ന് പറയുന്നത്. ദീൻ കണവാക്കിയതിനെ പറ്റി അറിയുമോ എന്ന് ചോദിച്ചാൽ അന്ന് പറയുന്നത് മിസ്കീൻ, സാധിക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരണ നൽകാത്തവനാണ്. കൊടുക്കാൻ എല്ലാവർക്കും കഴിയില്ല, പ്രേരണ നൽകാൻ എല്ലാവർക്കും കഴിയും. അപ്പൊ പ്രേരണ നൽകാത്തവൻ, നല്ലത് പറയാത്തവൻ, അങ്ങനെ കോഴ്സാണ് ഇങ്ങനെ കോഴ്സാണ് കൊടുക്കേണ്ടതാണ് എന്ന് പറയാത്തവൻ ദീൻ നിഷേധിച്ചവനാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. റമദാനാണ് വരുന്നത്. അത് ഇനിയിപ്പോ ഇത് ഞാൻ ഈ പറയുന്നതിന്റെ ബാക്കിയായിട്ട് അതിനുവേണ്ടി പറയുന്നതായിട്ട് നിങ്ങൾ കൂട്ടണ്ട, പൊതുവായിട്ട് നിങ്ങൾ കേട്ടാൽ മതി ഈ കാര്യം. റമദാൻ വരുമ്പോൾ സക്കാത്ത്, നമ്മളൊരു സാമ്പത്തിക വർഷം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റമദാനാണ്. ആ റമദാനിൽ കൊടുത്ത് സക്കാത്ത് നിർവഹിക്കുമ്പോൾ അതിന് പുണ്യം കൂടുതലുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഈ സക്കാത്ത് സംബന്ധിച്ച് 1-2 കാര്യം പറഞ്ഞാൽ മതിയൊക്കെ. സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ എത്ര ഉണ്ടായാലും എന്നുള്ളതാണ്. സംശയം എന്താ, 595 ഗ്രാം വെള്ളിയുടെ 595 ഗ്രാം വെള്ളിയുടെ വില കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഇതതിൻ്റെ ഒരു പിന്നെ മതപരമായ ഒരു വീക്ഷണം കൂടി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കേൾക്കാം. ഇപ്പൊ സക്കാത്ത് കൊടുക്കേണ്ടത് സ്വർണത്തെ ആസ്പദിച്ചാണെങ്കിൽ ഒരു 83-85 ഗ്രാം സ്വർണത്തിന്റെ വില ഒരു കൊല്ലം കയ്യിൽ കിടന്നാലാണ് കൊടുക്കേണ്ടത്. വെള്ളിയുടെ കണക്കിനാണെങ്കിൽ 595 ഗ്രാം സ്വർണത്തിന്റെ വില ഒരു കൊല്ലം നമ്മുടെ കയ്യിൽ മറിഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും വെള്ളിയെ ആസ്പദിച്ച് സക്കാത്ത് കൊടുക്കൽ തുടങ്ങണം. അത് നിങ്ങൾ വാപ്പി കോളേജിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടോ, ആര് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. എന്തുകൊണ്ട് വെള്ളി? അത് ഞാൻ 2-3 ന്യായമാണ് കാണുന്നത്. ഒരു അക്കാദമിക് കാര്യം കൂടിയാണ് താല്പര്യമുള്ളത്, മനസ്സിലായിക്കോളെ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ ഉറുപ്പ്യ എന്ന് പറഞ്ഞതിൽ പിന്നിലുണ്ടായിരുന്ന വെള്ളി രൂപയായിരുന്നല്ലോ. കുറച്ച് പറയാനുള്ള ഒരു കാര്യമല്ലോ. നമ്മുടെ നാട്ടിലെ രൂപയുടെ പിന്നിൽ വെള്ളി രൂപയാണ് ഉണ്ടായത്, വെള്ളിയാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് അത് ഒരു പിമ്പലാണ്. രണ്ടാമത്തത്, ഈ സക്കാത്തിന്റെ ലക്ഷ്യം എന്താ? സാധിക്കൊല്ലം കിട്ടുന്നില്ലേ?
അപ്പോ ഒരു 595 ഗ്രാം വെള്ളിന്റെ തന്നെ ചെറിയ പൈസ ഉള്ളൂ. നേരെ മറിച്ച് 80 ഇപ്പൊ ഈ കൂടി ഇറക്കി 83 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ, 2 ലക്ഷം എത്ര കുട്ടികൾ അത്രയും വേണ്ടി വരും. അപ്പൊ സാധുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സംഖ്യ ഉള്ളവരും സക്കാത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ഗുണകരമാണ്. 2. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫിഖ്ഹ് നിദാന ശാസ്ത്രത്തിൽ ലോകസാധ്യമായി രചിക്കപ്പെട്ടിട്ടുള്ളത് ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ റിസാല എന്ന ഗ്രന്ഥമാണ്. ഉസൂലുൽ ഫിഖ്ഹ് നിദാന ശാസ്ത്രം. ഈ ഗ്രന്ഥത്തിൽ ഒരു പരാമർശം ഷാഫി ഇമാം നടത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വെള്ളിയിലായിരുന്നു സക്കാത്ത് വേണ്ടിയിരുന്നത്. നബിയുടെ കാലത്ത് നബി പറഞ്ഞിരിക്കുന്നത് വെള്ളിയിൽ സക്കാത്ത് കൊടുക്കാനാണ്. സ്വർണത്തിന് സക്കാത്ത് പിന്നീട് ബാധകമാക്കപ്പെട്ടതാണ്. സ്വർണത്തിന് സക്കാത്ത് പിന്നീട് ബാധകമാക്കപ്പെട്ടതാണ്. എന്തുകൊണ്ട് ബാധകമാക്കി? ഒന്നുകിൽ വെള്ളി പോലെ തന്നെയല്ലേ സ്വർണം എന്ന് കണക്കുള്ള തുലനം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഷാഫിമാമ പറയുകയാണ് നമ്മൾ കാണാത്ത പോലെ ഹദീസ് ഉള്ളത് കൊണ്ട്, നമ്മൾ കാണാത്ത ഏതോ ഹദീസ് ഉള്ളത് കൊണ്ട് സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വെള്ളി പോലെ തന്നെയാണല്ലോ സ്വർണവും, അതുകൊണ്ട് അതിനോട് തുലനം ചെയ്തിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അവിടെ മൂപ്പർ സൂചിപ്പിക്കുന്നത് അടിസ്ഥാനം വെള്ളിയാണ്. നബിതങ്ങൾ സക്കാത്ത് ചുമത്തിയിരിക്കുന്നത് വെള്ളിക്കാണ്. പിന്നെ വെള്ളി പോലെ നാണയമാണ് സ്വർണം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ മൂപ്പർ കാണാത്ത വേറെ ഏതാ ഹദീസ് കാരണത്താൽ, അപ്പൊ അടിസ്ഥാനം വെള്ളിയാണ്. സാധുക്കൾക്ക് ഗുണം അതാണ്. നമ്മുടെ നാട്ടിലെ ഉറുപ്പിയുടെ പിന്നിലുള്ളത് വെള്ളിയാണ്. വെള്ളി 595 ഗ്രാം ശുദ്ധിക്ക് വേണ്ടി പറയാണ്. ഒറൈൻ്റെ തെക്കുവൻ്റെ കർത്താനാണ് ഞാൻ പറയണത്. ശുദ്ധിക്ക് 595 ഗ്രാം വെള്ളിയുടെ വില ഒരു കൊല്ലം കയ്യിൽ പറഞ്ഞാൽ എല്ലാവരും സക്കാത്ത് കൊടുത്താണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ അത് ഒരു വിവാദമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിവാദത്തിന് വരൂല. ഇനി വന്നാൽ തന്നെ അതിന്റെ ഒരു കൂടുതൽ ശുദ്ധി, കൂടുതൽ ഉറൈ തെക്കുവ അതാണ് എന്ന് പറയുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. നമ്മുടെ സമുദായം എത്ര കാലമായി സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളാരെങ്കിലും ആലോചിച്ചിരിക്കണോ? ഈ ഇത്ര കാലം സക്കാത്ത് കൊടുത്തിട്ടുണ്ടത് തീരാത്തത്, പിന്നെയും സക്കാത്ത് വാങ്ങണോ കൂടുകയാണല്ലോ. അതെന്താ? നമ്മൾ എല്ലാ കൊല്ലം കൊടുക്കുന്നു, കൂടുതൽ മതബോധം ഉണ്ടായിട്ട് കൂടുതൽ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഈ സേവിയെ കൊന്ന മാതിരി സക്കാത്തിന് അർഹതയുള്ള ആൾക്കാരും യാചകരും പിന്നെയും കൂടിയവരാണ്. എന്തുകൊണ്ട്? നമ്മളെ കൊടുക്കലാചാരിയാണ്. നമ്മൾ കൊടുക്കുന്നത് പ്രശ്നം പരിഹരിക്കുന്ന തരത്തിലല്ല, പ്രശ്നം തീർക്കാനല്ല, നമ്മൾ കൊടുത്തവരാകാൻ വേണ്ടിയാണ്. 5ന്റെയും 10ന്റെയും 5ന്റെയും നോട്ട് ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ട് അത് വാങ്ങാൻ വരുന്നവർ തിക്കിത്തിരക്കി നമ്മളെ ഗേറ്റ് പൊളി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് സക്കാത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോ ആ കിട്ടുന്നവന് അവന്റെ പ്രശ്നത്തിന് പരിഹാരം ആകണം. ആ തരത്തിൽ നിങ്ങൾ കൊടുക്കണം. അത് ഞാൻ എൻ്റെ ഒരു വിനീതമായ ഒരു ഉപദേശം, നിർദ്ദേശം എന്താ വെച്ചാൽ കുട്ടികൾ പ്രശ്നം തീർക്കും. ഉമർ റളിയല്ലാഹു ഒരിക്കൽ നിർദ്ദേശിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം. ഈദു അലൈഹിം സദഖ, സദഖ വീണ്ടും വീണ്ടും കൊടുക്കണം. വഇൻ റാഹത് ഫീ അഹദിഹിം മിഅത്തുൻ മിനൽ ഇബ്രി ഔ കമാ ഖാല റളിയല്ലാഹു അൻഹു. ഒരാൾക്ക് 100 ഒട്ടം കൊടുക്കേണ്ടി വന്നാലും, ഒരാളുടെ പ്രശ്നം തീരുകയാണ് വേണ്ടത്, ഒരാൾക്ക് തന്നെ 100 ഒട്ടം കൊടുക്കേണ്ടി വന്നാലും ആവർത്തിച്ച് കൊടുക്കണമെന്ന്, പ്രശ്നം തീർക്കണം. ഒരു കൊല്ലാണ്ട് കഴിയുമ്പോൾ ഒരു 100 ആൾക്ക് നമ്മൾ സക്കാത്ത് കൊടുത്താൽ പിറ്റത്തെ കൊല്ലം 1090 അളവിന്റെ 900 അളവ് സക്കാത്തിന് അതേതായിട്ട് പാടുള്ളൂ. 10 കൊല്ലം കഴിയുമ്പോൾ പിന്നെ സക്കാത്തിന് ആരും ഇല്ലാതെ വരണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ ഇതൊക്കെ നേരക്ക് നടന്നപ്പോ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വന്നു. ബഹ്റൈനിൽ നിന്ന് ഇങ്ങോട്ട് സക്കാത്ത് വന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇവിടെ വേണ്ട, കൊണ്ടേക്കോളി. അപ്പൊ ബഹ്റൈനിലെ ഗവർണർ പറഞ്ഞു ഇവിടെയും വേണ്ട. എന്നിട്ട് ഈ സക്കാത്തിന്റെ മുതലെ കൂടി കുമിഞ്ഞു കൂടിയിട്ട് വിളംബരം ചെയ്തു. പെണ്ണെട്ടാത്ത ഒരു സക്കാത്ത് മഹറിന് കാശ് കാത്തുണ്ടെങ്കിൽ ഖജനാവ് പെണ്ണൊട്ടിച്ചു കൊടുക്കുന്നു. കുറച്ച് ചെറുപ്പക്കാരൊക്കെ വന്നു. വീട്ടിൽ വേലക്കാർ ചേർത്തവരുണ്ടെങ്കിൽ ഖജനാവ് വേലക്കാർ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാരൊക്കെ വന്ന്. വാഹനമില്ലാത്തവര് മുന്നോട്ട് വരണം, സർക്കാർ വാഹനം വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയും. എന്നിട്ടും സക്കാത്തിന്റെ പൈസ ബാക്കിയായി. നേരത്തെ നടക്കുമ്പോൾ എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ ചരിത്രം പറഞ്ഞിങ്ങനെ ആനന്ദം കൊള്ളാനുള്ളതല്ല. ഇന്നും ഞാനും നിങ്ങളും അതങ്ങോട്ട് ശരിക്ക് പ്രയോഗത്തിൽ വരുത്തുകയാണെങ്കിൽ ഉമ്മത്തിന്, സമുദായത്തിന്, മനുഷ്യന് ഇതിനൊക്കെ ഗുണം കിട്ടും. അതുകൊണ്ട് ഇത് ശാസ്ത്രീയമാക്കി മാറ്റണം. അത് ഞാൻ സക്കാത്ത് സംബന്ധിച്ചെന്ന് പറഞ്ഞാണ്. ഞാൻ ഇതിൻ്റെ ഒരാളാണല്ലോ. ഞാനൊരു ഇൻട്രക്ക് വന്നതാണ്, ഇതിന് വന്നതല്ല. പക്ഷെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് എവിടെ ആയാലും ആരോടും പറയാനുള്ളത് ഇതൊക്കെയാണ്. അതുകൊണ്ട് പറയാതെ മാത്രമേ ഉള്ളൂ ഈ സക്കാത്ത്. ഈ സക്കാത്ത് നിങ്ങൾ അർഹർക്ക് കൊടുക്കണം. അള്ളാന്റെ ദീൻ സ്വന്തമായിട്ട് അതിന്റെ ചെലവ് കണ്ടെത്താൻ കഴിയാത്ത ചെറുപ്പക്കാർ, അവരെ സംരക്ഷിക്കാൻ നമ്മൾ ചില ആളുകൾക്ക് കൊടുത്താലേ നമുക്ക് ബഹുമാനം കിട്ടുള്ളൂ, നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ബഹുമാനിക്കുള്ളൂ. നമ്മുടെ ലക്ഷ്യം അതാകാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മള്
ശരിക്കും അർഹർ വാസ്തവത്തിൽ ഇന്ന് നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന, നമ്മളെ തന്നെ സക്കാത്ത് വാങ്ങുന്ന പലരും യഥാർത്ഥത്തിൽ അർഹരല്ല. അതൊരു യാഥാർത്ഥ്യം. പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് പോലത്തെ വീടില്ല എന്നുള്ളതോ നമ്മളെ കാറ് പോലത്തെ കാറില്ല എന്നുള്ളതൊക്കെയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല എന്നുള്ളതൊന്നുമല്ല. ഇതിൽ അക്ബാദിൽ നിബിധങ്ങൾ പറഞ്ഞത് വിശന്ന കരളിനുള്ളതാണ്. അപ്പൊ വിശന്ന കരളുള്ള അള്ളാഹിന്റെ ദീൻ പഠിക്കാൻ തീരുമാനിച്ചു, പക്ഷേ പിന്നെ വിശപ്പടക്കാൻ എന്നിട്ട് ഇങ്ങനെ അധ്യാപകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചട്ടി എടുത്തിറങ്ങേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ വളരെ അന്തസ്സായിട്ട് മാന്യമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ആ സക്കാത്ത് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്ട് കൊടുത്തൂടാ? കുട്ടികൾക്കാണ്ട് കൊടുക്കാലോ. അപ്പൊ പിന്നെ അവിടെ മസ്തലിന്റെ പ്രശ്നം വരും. അതെങ്ങനെ സക്കാത്ത് കമ്മിറ്റി കൊടുക്കാം? കമ്മിറ്റി കൊടുക്കാൻ പറ്റൂല. കുഞ്ഞാളെ വീക്ഷണം അനുസരിച്ച്, നമ്മളെ വീക്ഷണം അനുസരിച്ച് കമ്മിറ്റി കൊടുക്കാൻ പറ്റൂല, വ്യക്തി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്റെ സ്ഥാപനത്തിൽ 200 കുട്ടി പഠിക്കുന്നുണ്ട്. 200 കുട്ടി പഠിക്കണമെങ്കിൽ 100-100-ലധികം കുട്ടികളും സക്കാത്തിന് അർഹരായിട്ടുള്ള ആളുകളായിരിക്കും. അവർ മോശക്കാരൊന്നുമല്ല. അവരിപ്പോ നമുക്കും കൂടി വേണ്ടിയിട്ട് ദീന് പഠിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പൊ അവരൊക്കെ തന്നെയല്ലേ ജോലി കഴിഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഒരുപാടൊക്കെ ശമ്പളമൊക്കെ വാങ്ങുന്നത്, യോഗ്യതകൾ നേടുന്നത്. ഒരു സമയത്തുള്ള പ്രശ്നമാണ്. പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ആളുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് നിങ്ങൾ സക്കാത്ത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിലോ, ഇപ്പൊ നിങ്ങൾ പറയാണ് സുഹൃതങ്ങളെ ഈ വളഞ്ചേരി മർക്കസ് പഠിക്കണേ, ദൂരെ കോളേജിൽ പഠിക്കണേ ഒരു 10 കുട്ടിക്ക് ഇന്റെ സക്കാത്ത് കണ്ട് കൊടുത്താൽ തങ്ങളെ കാത്താക്കാൻ പറ്റൂലേ? തങ്ങൾ കണ്ട് വന്നാൽ ആ 10 കുട്ടിനെ തങ്ങൾക്കാണ്ട് കാണിച്ചു കൊടുക്കാലോ. കുട്ടികളെ കൈക്ക് തങ്ങളാണ് കൊടുത്തോട്ടെ. വക്കാലത്താക്കാൽ ആർക്കും ഒരു മൂല്യം പേര് തർക്കിക്കണ്ടല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സക്കാത്തിന് അർഹരായിട്ടുള്ള ആളുകൾ അള്ളാന്റെ ദീൻ പഠിക്കുന്ന ഒന്നാമത്തത് അർഹരാണ് എന്നത്. അതിന്റെ പുറമെ നമ്മളെല്ലാവരും ചെയ്യേണ്ട അള്ളാന്റെ ദീൻ പഠിച്ച് ഉമ്മത്തിന് ഇസ്സത്ത് ഉണ്ടാക്കണം എന്ന ആ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടും 2 കാരണത്താൽ അവർ അർഹരാണ്. എല്ലാവരും ഒരു കാരണത്താൽ അർഹരാണ്, 2 കാരണത്താൽ അർഹരാണ്. അപ്പൊ സക്കാത്ത് നോമ്പിന്റെ കാര്യമാണ് വരുന്നത്. ഈ സമയത്ത് പിന്നെ ഈ തരത്തിൽ നിങ്ങൾ പിന്നെ സഹായങ്ങൾ സ്ഥാപനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതൊന്നും പറയലല്ല എൻ്റെ പ്രധാന ഉദ്ദേശം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ നാട്ടിൽ നടക്കുന്നു. ഇപ്പറഞ്ഞ തരത്തിൽ വളരെ പിന്നെ ആകർഷകമായ രീതിയിൽ, വളരെ പ്രസക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സിസ്റ്റങ്ങൾ അനുസരിച്ച് ഉണ്ടായി വരുന്ന പണ്ഡിതന്മാരെ നമ്മുടെ അന്തസ്സുറ്റ ഭാവിക്ക് വേണ്ടി കരുതി വെക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം. ഇതിനെ നിങ്ങൾ പ്രചരിപ്പിക്കണം, ഇതിനെ നിങ്ങൾ സഹായിക്കണം. ധാർമ്മികമായ പിന്തുണ വേണം, ബുദ്ധിപരമായ പിന്തുണ വേണം, സാമ്പത്തികമായ പിന്തുണ അതും വേണം, എല്ലാം വേണം. അത് ഈ പറഞ്ഞ ഈ 45 കോളേജുകൾക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കാൻ, ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറയാൻ പറ്റുമോ? അതൊരു ഒരു ബിസിനസ്സാണ്. പൈസ ഉള്ളവരും പിന്നെ പറ്റുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അത് ഔദ്യോഗികമായിട്ട് ഞങ്ങൾ നിങ്ങളെ വീണ്ടും ഗൾഫിലുള്ള ആളുകളൊക്കെ സമീപിക്കും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഔട്ട്ലൈൻ ഇപ്പൊ മാത്രം തരികയാണ്, ആലോചിക്കാൻ വേണ്ടി. പ്രവർത്തനത്തിന് ഞങ്ങൾ ഇറങ്ങും. വാസി സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ആശയം ഞങ്ങൾ വാസി സ്കൂൾ. ഈ വാസി സ്കൂൾ എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറയട്ടെ, പിന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇന്റർനാഷണൽ വാസി സ്കൂൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിട്ടുള്ള വാസി സ്കൂൾ. എന്താണ് വാസി സ്കൂൾ? അപ്പോൾ വാസി സ്കൂളിന് വേണ്ടി ഈ പറഞ്ഞ മാതിരിക്കുള്ള ഒരു ദീനി കോഴ്സാണല്ല, പ്യൂർ ശരിക്കും പിന്നെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന, അതിൽ പിന്നെ മതവിദ്യാഭ്യാസം കലർത്താത്ത, മതം വേണ്ടവർക്ക് അത് വേറെ പാർട്ടായിട്ട് കൊടുക്കുന്ന വാസി സ്കൂൾ. എന്താ അതിന്റെ ആവശ്യം? അത് ഈമാൻ സംരക്ഷിക്കലാണ്. എങ്ങനെ ഈമാൻ സംരക്ഷിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കയ്യിൽ ഈ 5 കൊല്ലം കഴിയുമ്പോൾ എല്ലാ വർഷവും 500-750 കുട്ടികൾ ബിരുദം വാങ്ങി പുറത്തിറങ്ങിയാണ്. ഉമ്മത്ത് ആഗ്രഹിച്ച് അവരെ ഉണ്ടാക്കിയതാണ്. അവർ പുറത്തിറങ്ങിയാണ്. അവർ പുറത്തിറങ്ങുമ്പോൾ അവർ ഏതെങ്കിലും അറബി നാട്ടിൽ പോയിങ്ങാണ്ട് ഞാനില്ല ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? ഉമ്മത്തിന് വല്ല കാര്യം കിട്ടണ്ടേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളൊക്കെ കച്ചവടം വിജയിക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി പറയപ്പെടും, മതവിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അത് ഉറപ്പുവരുത്താൻ, അത് കൊടുക്കാനുള്ള ഒരു വഴിയും ഫാക്കൽറ്റി വരെ എത്തുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തന്നെ പറയാൻ പെട്ടെന്ന് മനസ്സിലാവുന്നത് പോലെ സാധനമുണ്ട്. ഒരു 750 പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലോ വിവിധ സയൻസ് വിഷയങ്ങളിലോ കൊമേഴ്സിലോ മറ്റോ ബിരുദം നേടിയ 750 കുട്ടികൾ ഓരോ വർഷം അങ്ങനെ ഇറക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു 10 സ്കൂൾ നടത്താൻ പറ്റൂല? ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു 20 സ്കൂൾ നടത്താൻ പറ്റൂല? മാന്യമായ ശമ്പളം കൊടുത്തു ഇന്റർനാഷണൽ നിലവാരത്തിൽ എന്തുകൊണ്ട് നടത്താൻ പറ്റൂല? ഞങ്ങൾ അതിന് ഉദ്ദേശിക്കുന്നു. ഈ കൂട്ടായ്മ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇത്രയൊക്കെ ചെയ്യാൻ പോവുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്.
അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 കോടിയോ അല്ലെങ്കിൽ 15 കോടിയോ ഒക്കെ വേണ്ടി വരും ഒരു സ്കൂൾ നടത്തണമെങ്കിൽ. അത് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കച്ചവടമാണ്. റിട്ടേൺ ഉണ്ടാകും, വരുമാനമുണ്ടാകും. ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ആ സോഫ്റ്റ്വെയർ തരുന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും തരേണ്ടി വരും, അത്രേ വേണ്ടതുള്ളൂ. ഒരു സ്കൂൾ നടത്തുകയാണെങ്കിൽ ഒരു കൂട്ടർ ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ ഒരു 10 കോടി ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 15 കോടി ഇൻവെസ്റ്റ് ചെയ്തു ഒരു സ്കൂൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഞങ്ങൾ ആ സ്കൂളിന്റെ സോഫ്റ്റ്വെയർ 100% ഞങ്ങളുടേതായിരിക്കും, ഹാർഡ്വെയർ നിങ്ങളുടേതും. അതൊരു കച്ചവടമാണ്. കച്ചവടം വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സോഫ്റ്റ്വെയർ ദാതാക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊരു വിഹിതം വേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും ചെറിയ വിഹിതമായിരിക്കും. അതിന്റെ ബിഗ് പോർഷൻ നിങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കും. നിങ്ങൾക്കത് അനുഭവിക്കാതെ ഒരു ബിസിനസ് എന്ന രീതിയിൽ. അപ്പൊ ഈ ആശയം നിങ്ങൾ ഇവിടെ കൂടിയ ആൾക്കാർ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടി, മറ്റുള്ളവരോട് പറയാൻ വേണ്ടി ഇപ്പൊ ഒന്ന് പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് ഒരു പക്ഷേ ഞങ്ങൾ വീണ്ടും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികളാണ് തീരുമ്പോൾ നിങ്ങളെ സമീപിച്ചെന്ന് വരും. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവർ അനുവദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചർച്ച പോലെയായി ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വേദി അനുവദിക്കുകയാണെങ്കിൽ എനിക്കറിയുന്ന കാര്യം സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്.